മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാനമെമ്പാടും ഇന്ന് പ്രതിഷേധം ഇരമ്പി. ആരോപണങ്ങൾക്ക് പിന്നിൽ ഗൂഢാലോചനയാണെന്ന വാദം ആവർത്തിക്കുന്ന സർക്കാർ കാര്യങ്ങൾ അവിടെ കൊണ്ട് നിർത്തുന്നില്ല. സ്വപ്ന സുരേഷും പി സി ജോർജും പ്രതികളായ ഗൂഢാലോചന കേസ് അന്വേഷണത്തിന് ക്രൈംബ്രാഞ്ച് മേധാവിയുടെ മേൽനോട്ടത്തിൽ 12-അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെയാണ് രൂപീകരിച്ചത്. ആരോപണ പ്രത്യാരോപണങ്ങൾ തുടരുമ്പോൾ സ്വപ്ന പറയുന്നത് വെള്ളം തൊടാതെ വിഴുങ്ങാമോ? പ്രിയ പ്രേക്ഷകർക്ക് എൻകൗണ്ടറിലേക്ക് സ്വാഗതം. അഡ്വക്കേറ്റ് കെ അനിൽകുമാർ, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, അഡ്വക്കേറ്റ് ബി ഗോപാലകൃഷ്ണൻ എന്നിവരാണ് ചർച്ചയിൽ ചേരുന്നത്. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ഇത് പലയാവർത്തി നമ്മൾ ഇന്നലെയൊക്കെ പറഞ്ഞതാണ്. ഇത് സ്വപ്ന ആദ്യമേ ഇതംപര്യന്തമായി പറയുന്നതല്ല, നേരത്തെ കസ്റ്റംസിനോട് പറഞ്ഞതാണ്. ഇതേ മൊഴികളുള്ളതാണ്. 164 നേരത്തെ ഉള്ളതാണ്, 108 നേരത്തെ ഉള്ളതാണ്. അത് പൊടുന്നനവേ ഒരു സുപ്രഭാതത്തിൽ വളരെ പെട്ടെന്ന് ഒന്നുകൂടി ആവർത്തിക്കുന്നു സ്വപ്ന സുരേഷ്. എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം എന്നതായിരുന്നു ഇന്ന് നിങ്ങളുടെ പ്രതിഷേധത്തിന്റെ ആവശ്യം, ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ? നമുക്കറിയാം, ഇപ്പോൾ സി പി എമ്മിൻ്റെ ദേശീയ തലത്തിലുള്ള സി പി എമ്മിൻ്റെ പ്രഖ്യാപിതമായ നയങ്ങൾ സെഡിഷൻ ലോകൾക്കെതിരാണ്, UAPAക്കെതിരാണ്. അതായത് രാജ്യത്തെ ഒരു സർക്കാർ, ആ സർക്കാരിനെതിരായിട്ട് ഉയർന്നു വരുന്ന ഏതെങ്കിലും തരത്തിലുള്ള പ്രതിഷേധങ്ങളെ അല്ലെങ്കിൽ ആരോപണങ്ങളെ എല്ലാം പ്രതിരോധിക്കുവാൻ വേണ്ടി ഇത്തരത്തിലുള്ള കരിനിയമങ്ങൾ ഉപയോഗിക്കുന്നതിനെതിരായിട്ട് ദേശീയ തലത്തിൽ നിലപാടെടുക്കുന്ന ഒരു സർക്കാർ, ആ നിലപാടെടുക്കുന്ന ഒരു പാർട്ടി, ആ പാർട്ടി അധികാരത്തിലിരിക്കുന്ന ഈ രാജ്യത്തെ ഒരേ ഒരു സംസ്ഥാനത്ത് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? 153 എന്ന് പറയുന്ന സെക്ഷൻ്റെ ദുരുപയോഗം ഇവിടെ ഉണ്ടായിരിക്കുകയാണ്. അതായത് ഈ രാജ്യത്ത് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ഒരു പൗരൻ്റെ അവകാശം ആർട്ടിക്കിൾ 19.1A ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, അതായത് അവരവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ പറയാനും പ്രചരിപ്പിക്കാനായിട്ടുമുള്ള സ്വാതന്ത്ര്യം. ആ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്ന അവകാശമാണ്. ആ അവകാശം വിനിയോഗിക്കുന്ന ഈ രാജ്യത്തെ ഒരു പൗര, സ്വപ്ന സുരേഷിനെ പോലെ ഒരാൾ, അവർ 160 കേൾക്കാമോ? കേൾക്കാം. പറഞ്ഞോളൂ, കേൾക്കാം. അവർ 160 എനിക്ക് എന്തൊക്കെയോ സൗണ്ട് ഡിസ്റ്റർബൻസുകൾ വരുന്നുണ്ട്. ശരിയാക്കി തരാം രാഹുൽ, ശരിയാക്കി തരാം. അപ്പോൾ 164 സ്റ്റേറ്റ്മെന്റ് അവർ കേട്ടില്ല. രാഹുൽ തുടർന്നോളൂ, ശബ്ദത്തിലെ പ്രശ്നം അല്പസമയത്തിനും ശരിയാക്കി തരാം. ഓക്കെ. അപ്പോൾ ആ 164 സ്റ്റേറ്റ്മെന്റിൽ അവർ റേസ് ചെയ്ത കാര്യങ്ങൾ അവർ ആവർത്തിക്കുന്നു. അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടന ഉറപ്പ് നൽകുന്ന ആർട്ടിക്കിൾ 19.1 A ആണ്. അപ്പോൾ ഇവിടെ കലാപത്തിന് ശ്രമം നടത്തി എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ ഭരണകൂടം കേസെടുക്കുകയാണ്. KT ജലീൽ എന്ന് പറയുന്ന നമ്മുടെ ഫുട്ബോൾ മത്സരം വന്നാൽ പോലും പള്ളിയിൽ പോവാത്ത വാപ്പയുടെ മകനായ KT ജലീൽ പരാതി കൊടുക്കുകയാണ്. പരാതിയുടെ അടിസ്ഥാനത്തിൽ സർക്കാർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകുന്നു. എന്ത് തരം കലാപമാണ് ഈ കേരളത്തിനകത്ത് അതിനുശേഷം ഉണ്ടായത്? നമുക്കറിയാം, കേരളത്തിലെ 14 ജില്ലകളിലും യൂത്ത് കോൺഗ്രസിന്റെയും ഒക്കെ നേതൃത്വത്തിൽ ശക്തമായ പ്രക്ഷോഭമുണ്ട്. മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള സമരപരിപാടികളുണ്ട്. ആ സമരപരിപാടികളെ ഫ്രീഡം ഓഫ് അസോസിയേഷൻ 19.1C, അതായത് ഈ രാജ്യത്തെ ഭരണഘടന അനുശാസിക്കുന്ന മറ്റൊരു പ്രിവിലേജ്, ഈ രാജ്യത്തെ പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ടിട്ടുള്ളൊരു ഭരണഘടനാപരമായ അവകാശം നിർവഹിക്കുകയാണ്. ഇവരെന്താണ് ആഗ്രഹിക്കുന്നത്? ഇപ്പോൾ നമുക്കറിയാം, ടിയാൻമെൻ സ്ക്വയറിൽ വെടിയേറ്റ് മരിച്ച സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരെ അറിയാം സർക്കാരിനെതിരായിട്ട് സംസാരിക്കുമ്പോൾ. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന സർക്കാരിൻ്റെ അതേ കമ്മ്യൂണിസ്റ്റ് മനഃശാസ്ത്രം തന്നെ കേരളത്തിൽ കൊണ്ടുവരുന്ന ആളുകൾ ഈ രാജ്യത്തെ ഒരു പൗര ഭരണഘടനാപരമായിട്ട് സംസാരിക്കുന്നു. ആ പൗര പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ നടത്തുന്ന ഭരണഘടനാപരമായ അവകാശത്തെ പോലും സർക്കാരിനെതിരായിട്ടുള്ള കലാപാഹ്വാനമായിട്ട് ഒരു സംസ്ഥാന സർക്കാർ അതിനെ കാണുമ്പോൾ ഇതിനകത്ത് എന്താണ് ദേശീയ CPM ലീഡർഷിപ്പിന് പറയാനുള്ളത് എന്നാണ് ഞങ്ങൾക്ക് ചോദിക്കാനായിട്ടുള്ളത്. നമ്മുടെ പ്രൈമറി ആർഗ്യുമെന്റ് അത്, താങ്കളുടെ ചോദ്യത്തിലേക്ക് ഞാൻ വരാം. നമ്മുടെ പ്രൈമറി ആർഗ്യുമെന്റ് എന്തുകൊണ്ട് മുഖ്യമന്ത്രി രാജിവെക്കണം? മുഖ്യമന്ത്രി രാജിവെക്കേണ്ടതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണങ്ങൾ കഴിഞ്ഞ 2 ദിവസമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുക. കഴിഞ്ഞ ദിവസം, ഒന്നാമത്തെ ദിവസം നമ്മൾ കണ്ടു സരിത്ത്, ഇവിടെ സ്വപ്ന സുരേഷ് ചില ആർഗ്യുമെന്റ്സ് മുന്നോട്ട് വയ്ക്കുന്നു. അവരാദ്യമായിട്ടല്ല കൺഫെഷൻ സ്റ്റേറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങൾ പുറത്തേക്ക് പറയുന്നത്. ഇതിനു മുൻപ് 3 തവണ പലയാവർത്തി പറഞ്ഞിട്ടും ഒന്നും സംഭവിച്ചിട്ടില്ല കേരളത്തിന്റെ പൊതുസമൂഹത്തിൽ. പക്ഷേ മുഖ്യമന്ത്രിക്കും മുഖ്യമന്ത്രിയുടെ കുടുംബത്തിനും മുൻ മന്ത്രിക്കും മുൻ സ്പീക്കർക്കും എതിരായിട്ട് ആരോപണം വരുമ്പോൾ മാത്രം എന്തുകൊണ്ടാണ് ഇത്രയേറെ കോലാഹലങ്ങൾ ഉണ്ടാകുന്നത്? അവിടെ കഴിഞ്ഞ ദിവസം സരിത്ത് എന്ന് പറയുന്ന ഇതിനകത്തെ കൂട്ടുപ്രതി, ഈ കൂട്ടുപ്രതിക്കെതിരായിട്ടുണ്ടാകുന്ന വിജിലൻസിന്റെ അക്രമം നമ്മൾ കണ്ടതാണ്. ആരാണ് വിജിലൻസിന്റെ മന്ത്രി? വിജിലൻസിന്റെ തലപ്പത്തിരിക്കുന്ന മന്ത്രി എന്ന് പറയുന്നത് പിണറായി വിജയനാണ്. വിജിലൻസിന്റെ സീരീസ് ഓഫ് ആക്ടുകൾ, അപ്പോൾ മുഖ്യമന്ത്രിയുടെ ദൂതനായ ഷാജ് കിരണിന്റെ കാര്യങ്ങളെപ്പറ്റി ഞാൻ പറയണ്ടല്ലോ. ശ്രീ ഹാഷ്മിയുടെ പഴയ സഹപ്രവർത്തകൻ കൂടിയാണല്ലോ ഷാജ് കിരൺ. എങ്ങനെയാണ് നിങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരുന്ന സ്ഥാപനത്തിൽ നിന്ന് പുറത്തു പോയതെന്നടക്കമുള്ള സാഹചര്യങ്ങൾ താങ്കൾക്ക് നേരിട്ട് ബോധ്യമുള്ളതുകൊണ്ട് അപ്പോൾ താങ്കൾ ഇരിക്കുന്ന ഒരു ചർച്ചയിൽ എന്തായാലും ഷാജ് കിരണിന്റെ ക്രെഡിബിലിറ്റിയെ പറ്റി ഞാൻ പറയേണ്ട കാര്യമില്ല.
അതായത് പാലക്കാട്ടെ ഇപ്പോൾ സരിത്തിനെ വിജിലൻസ് സംഘം വന്ന് പിടികൂടുന്ന സമയത്ത് പാലക്കാട് SI മാൻ മിസ്സിംഗ് കേസിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ലോക്കൽ പോലീസിലെ SI അദ്ദേഹം പറയുന്നു, എനിക്ക് യാതൊരു വിധമായ വിവരങ്ങൾ കിട്ടിയിട്ടില്ല. പക്ഷേ ലോക്കൽ SIക്ക് കിട്ടാത്ത, വിജിലൻസിന്റെ നടപടിക്രമങ്ങൾ പാലിക്കപ്പെടാതെ ലോക്കൽ SIക്ക് കിട്ടാത്ത ആ വിവരം അതിന് തലേ ദിവസം തന്നെ മുഖ്യമന്ത്രിയുടെ ദൂതൻ എന്ന് ഇപ്പോൾ സ്വപ്ന പറയുന്ന ഷാജ് കിരണിന് ലഭിക്കുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അപ്പോൾ അധികാര ദുർവിനിയോഗം ഉണ്ടാകുന്നില്ലേ? ഒന്നാമത്തെ പ്രശ്നം. ഇനിയും അവിടെ തന്നെ ആ വിജിലൻസ് നടപടിക്കകത്ത് സീരീസ് ഓഫ് പിന്നെ വീഴ്ചകൾ സംഭവിക്കുന്നുണ്ട്. അത് ഒന്ന്, വിജിലൻസ് ഒരു പ്രാഥമിക അന്വേഷണ ഏജൻസി അല്ല. അത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവർ പിടിച്ചുകൊണ്ടു പോകുന്നത്? തിരുവനന്തപുരം യൂണിറ്റ് അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന കേസിനകത്ത് എങ്ങനെയാണ് പാലക്കാട് യൂണിറ്റ് വന്ന് പിടികൂടുവാൻ കഴിയുന്നത്? ഇനി നോട്ടീസ് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണെങ്കിൽ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മൊബൈൽ പിടിച്ചെടുക്കുന്നത്? എന്ത് നിയമസാധുതയുടെ അടിസ്ഥാനത്തിലാണ് ആ മൊബൈൽ ഫോറൻസിക് പരിശോധനയ്ക്കായിട്ട് പോകുന്നത്? എന്തുകൊണ്ടാണ് ഐഡന്റിറ്റി റിവീൽ ചെയ്യാതെ ആ ഉദ്യോഗസ്ഥന്മാർ അവിടെ വന്ന് ആ അറസ്റ്റ് നാടകമൊക്കെ നടത്തുന്നതെന്നടക്കമുള്ള ഒരുപാട് പ്രശ്നങ്ങൾ ഷാജിനെ കുറിച്ച് രാഹുൽ പറയുന്നുണ്ട്. ഈ മുൻകൂർ ജാമ്യ ഹർജിയിലാണ് സ്വപ്ന സുരേഷ് ഷാജ് കിരണിനെ കുറിച്ച് പറയുന്നത്. ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരാൾ അങ്ങോട്ടേക്ക് വരുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്ന് പറയുന്നു. അതായത് ആ മുൻകൂർ ജാമ്യ ഹർജി വായിച്ചാൽ ആദ്യമായി ഷാജ് കിരൺ എന്ന ഒരു അവതാരം പൊട്ടി വീഴുന്നു എന്നതാണ് സ്വപ്നയുടെ ആ മുൻകൂർ ജാമ്യ ഹർജിയിൽ പറയുന്ന രീതി. അങ്ങനെയല്ല. ഷാജ് കിരണും സ്വപ്നയും തമ്മിൽ ദീർഘനാളായി അറിവുള്ളവരാണ്, ദീർഘനാളായി പരിചയമുള്ള ആളാണ്. സ്വപ്ന സുരേഷ് വിളിച്ചിട്ടാണ് ഷാജ് കിരൺ അങ്ങോട്ടേക്ക് പോകുന്നത്. അതിന് സ്വപ്നയും പറയുന്നു, ഞാൻ വിളിച്ചിട്ടാണ് ഷാജ് സ്വപ്ന വിളിച്ചിട്ട് വരുന്ന ഒരാൾ വന്ന് സ്വപ്നയെ ഭീഷണിപ്പെടുത്തി മൊഴി മാറ്റണമെന്ന് പറയും എന്നൊക്കെ കരുതാമോ ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ? അല്ല, അതിനകത്ത് ഇപ്പോൾ ഷാജ് കിരണ്, സ്വപ്ന, ഇവരെല്ലാം അവരുടെയൊക്കെ ക്രെഡിബിലിറ്റികൾ അവിടെ തന്നെ നിലനിൽക്കട്ടെ. ഞാൻ പറയുന്നത് സർക്കാരിൻ്റെ ഇൻ്റർവെൻഷൻസ് ഉണ്ടല്ലോ. സർക്കാരിൻ്റെ ഇൻ്റർവെൻഷൻസിനകത്ത് നിയമവിരുദ്ധതയാണ് സർക്കാരിൻ്റെ താല്പര്യങ്ങൾ കാണിക്കുന്നത്. താങ്കളുടെ ചോദ്യത്തിനുള്ള മറുപടി പറയാം. അതിനു മുൻപ് ഞാൻ പറഞ്ഞു വന്ന് പൂർത്തീകരിക്കാനുള്ള സമയം കൂടെ താങ്കൾ എനിക്ക് തന്നാൽ മതി. ഇനി ഇവിടെ ഇപ്പോൾ സ്വപ്നയുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നോക്കാം. ഷാജ് കിരൺ തലേ ദിവസം സ്വപ്നയുമായി ബന്ധപ്പെടുന്നു. ഈ സരിത്തിനെ അറസ്റ്റ് ചെയ്യാനുള്ള സാഹചര്യമുണ്ടെന്ന് പറയുന്നു. ഇനിയും ഷാജ് കിരണും സ്വപ്നയും തമ്മിൽ മുൻകാലത്ത് ബന്ധമില്ല എന്ന് സ്വപ്ന പറയുന്നില്ല. ആ ബന്ധത്തിനും കാരണമാരാ? ആ ബന്ധത്തിനും മീഡിയേറ്ററായിട്ട് പ്രവർത്തിക്കുന്നത് മുഖ്യമന്ത്രിയുടെ മുൻ IT സെക്രട്ടറിയും അതുപോലെ തന്നെ പ്രിൻസിപ്പൽ സെക്രട്ടറിയുമായിരുന്ന ശിവശങ്കറാണെന്ന് സ്വപ്ന കൃത്യമായിട്ട് പറയുന്നുണ്ട്. അല്പസമയം മുൻപ് ഈ ഷാജ് കിരൺ നമ്മളുമായി സംസാരിച്ചിരുന്നു. എത്രത്തോളം അടുത്ത ബന്ധമുണ്ട് സ്വപ്നയുമായി എന്ന് വെളിവാക്കുന്ന കാര്യം ഷാജ് പറയുകയുണ്ടായി. പറയുന്നത് ഷാജ് കിരണാണ്. വിശ്വസിക്കാമോ ഇല്ലയോ എന്നറിയില്ല. പക്ഷേ ഷാജ് കിരണിന്റെ പേര് സ്വപ്ന പറയുമ്പോൾ ഷാജ് കിരണിന്റെ വർഷങ്ങൾക്ക് ഷാജ് കിരൺ പറയുന്നു എന്ന് കേൾക്കാം. വാടക ഗർഭപാത്രം സൗജന്യമായി ഷാജിന് വാഗ്ദാനം ചെയ്തു സ്വപ്ന എന്നൊക്കെയാണ് ഷാജ് കിരൺ പറയുന്നത്. രാഹുൽ, ഷാജിന്റെ വാക്കുകളിലേക്ക്. എനിക്കും എൻ്റെ വൈഫിനും കുട്ടികളില്ല. അവരൊരു സെറോഗേറ്റീവ് മദർ ആകാം എന്ന് എന്നോട് പറഞ്ഞത് എൻ്റെ വൈഫും കേട്ടിട്ടുണ്ട്. വൈഫിനോടും പുള്ളിക്കാരി സംസാരിച്ചു. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു, പൈസ ഓഫർ ചെയ്തു. പുള്ളിക്കാരി പറഞ്ഞു പൈസ വേണ്ട, ഷാജി എന്നുള്ള പേഴ്സണൽ റിലേഷൻഷിപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ സെറോഗേറ്റീവ് മദർ ആവാന്ന് പറഞ്ഞത്. ഇതൊരു ഇമോഷണൽ കാര്യമായതുകൊണ്ടാണ് ഇത്രയും നേരം ഞാൻ പറയാഞ്ഞത്. ഇതെൻ്റെ വൈഫിന് അറിയാവുന്ന കാര്യമാണ്. വൈഫിനോട് പുള്ളിക്കാരി സംസാരിച്ചാണ്. ഞങ്ങൾക്കൊരു കുട്ടികളില്ലാത്തതിൻ്റെ ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് പുള്ളിക്കാരി ഓപ്പണായിട്ട് വരാമെന്ന് പറഞ്ഞു. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, ദീർഘനാളായി ബന്ധമുള്ള ഷാജ് കിരൺ ഒരു പ്രത്യേക സമയം കഴിയുമ്പോഴേക്കും ഭീഷണിപ്പെടുത്തുന്ന ആളായി മാറുന്നു സ്വപ്ന സുരേഷിന്. ഈ സ്വപ്ന സുരേഷും ഷാജ് കിരണും തമ്മിലുള്ള ആഴത്തിലുള്ള പേഴ്സണൽ ബന്ധത്തിന്റെ തെളിവുകൾ ഷാജ് കിരണിന്റെ പക്കലുണ്ട്. എന്നെ കാണിച്ചതുമാണ് ഷാജത്. പോട്ടെ, അത് അവർ തമ്മിലുള്ള കാര്യം. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ആരോപണം ഉയരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ PC ജോർജ് നിൽക്കുന്നുണ്ട്. എന്താണ് PC ജോർജ് പറയുന്നത്? എന്നെ ഒരു ദിവസം ജയിലിലിട്ട പിണറായി വിജയ 14 ദിവസമെങ്കിലും ഞാൻ ജയിലിലിടും എന്ന ഒരു പകയുടെ വാക്കിലൂടെ PC ജോർജ് ഉണ്ട്. ഒരു കൃഷ്ണരാജ് എന്നൊരു വക്കീലുണ്ട് ആ പശ്ചാത്തലത്തിൽ. കൃഷ്ണരാജ് ആരാണെന്ന് അറിയാമല്ലോ. ഹേറ്റ് മോങ്കറിങ്ങിൻ്റെ അങ്ങേയറ്റം, ഈ പറഞ്ഞ ഹലാൽ ഹേറ്റിന് തുടക്കമിട്ട ഈ PC ജോർജ് അനന്തപുരിയിൽ സംസാരിച്ച ആ യോഗത്തിൽ അതിൻ്റെ അപ്പുറം കടത്തി പറഞ്ഞ ഒരു വർഗീയ വിദ്വേഷി, ഒരു വക്കീൽ അക്കൂട്ടത്തിലുണ്ട്. ആ പശ്ചാത്തലത്തിൽ HRDS എന്നൊരു സ്ഥാപനം നിൽപ്പുണ്ട്. HRDSന്റെ സംഘപരിവാർ ബന്ധം എല്ലാവർക്കും അറിയാം. ഈ പശ്ചാത്തലത്തിൽ ഈ പറയുന്ന ആളുകൾ ഇങ്ങനെ നിൽക്കുമ്പോൾ സ്വപ്ന ഈ ഘട്ടത്തിൽ വന്ന് പറയുന്നതിൽ ഒരു അസ്വാഭാവികതയും കോൺഗ്രസിന് തോന്നുന്നില്ലേ? അത് എടുത്തു പിടിക്കേണ്ട സംഗതിയാണ് എന്ന് തോന്നുകയാണോ? ശ്രീ ഹാഷ്മി, അതിന് കൃത്യമായ മറുപടി പറയാം. ഒന്ന്, ഈ സ്വപ്ന, പിന്നെ അതുപോലെ തന്നെ ഈ പറയുന്ന ആളുകളെല്ലാം ഈ സർക്കാരുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുകളായിരുന്നല്ലോ. ഈ സ്വപ്ന ആദ്യഘട്ടത്തിൽ ഇതേ 24 ചാനലിന് കൊടുത്ത, അതായത് സ്വപ്ന ബാംഗ്ലൂരിലേക്ക് കടന്നതിന് ശേഷം ഇതേ 24 ചാനലിന് കൊടുത്ത ഒരു സ്റ്റേറ്റ്മെന്റ് അടിസ്ഥാനത്തിൽ സ്വപ്നയാണ് ഈ നാട്ടിലെ ഏറ്റവും ആധികാരികമായി വിശ്വസിക്കുവാൻ പറ്റുന്ന ആളെന്നുള്ള നിലയിൽ
ഞാൻ എത്ര ചർച്ചകളിൽ CPM നേതാക്കന്മാർ പറയുന്നത് നേരിട്ട് കേട്ടിട്ടുള്ള അതിന് മറുപടി പറഞ്ഞിട്ടുള്ള ഒരാളാണ്. അതേ ആളുകൾ തന്നെയാണ് ഇപ്പോൾ സ്വപ്നയുടെ ക്രെഡിബിലിറ്റിയെ പറ്റി ചോദ്യം ചെയ്യുന്നത്. ഒന്നാമത്തെ വിഷയം അവിടെ നിൽക്കട്ടെ. ഇനി PC ജോർജ് മുഖ്യമന്ത്രി പറയുന്ന ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ടല്ലോ, ഈ കേസിനകത്ത് രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ടെങ്കിൽ എൻ്റെ ഒരു സംശയം ഞാൻ താങ്കളോട് പങ്കുവയ്ക്കുക. ഞാനൊന്ന് PC ജോർജ് പറയുന്നതിനെ പൂർണ്ണമായിട്ട് എടുക്കണമെന്ന് ഞാൻ പറയുന്നില്ല, സ്വപ്ന പറയുന്നതിനെ എടുക്കണമെന്ന് പറയുന്നില്ല, ഷാജ് കിരൺ പറയുന്നതിനെ എടുക്കണമെന്ന് പറയുന്നില്ല. ഞാൻ സർക്കാരിൻ്റെ ചെയ്തികൾ മാത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോഴും PC ജോർജിൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. ഇപ്പോൾ നമുക്കറിയാം കോടിയേരി ബാലകൃഷ്ണൻ എന്ന് പറയുന്നത് CPMന്റെ സംസ്ഥാന സെക്രട്ടറിയുടെ മകൻ, അദ്ദേഹം അഭിഭാഷകനാണ്. അദ്ദേഹം ആരുടെ കൺസോർഷ്യത്തിലാണ് പ്രവർത്തിക്കുന്നത്? ഇതേ PC ജോർജിന്റെ മകനായ ഷോൺ ജോർജും കോടിയേരി ബാലകൃഷ്ണന്റെ മകനായ ബിനീഷ് കോടിയേരിയും ഇന്നത്തെ ദിവസവും ഒരു ലീഗൽ കൺസോർഷ്യം നടക്കുകയാണ്. എന്താ, ഈ നാട്ടിലെ ഏറ്റവും പ്രഗത്ഭനായിട്ടുള്ള അഭിഭാഷകനാണോ ഷോൺ ജോർജ്? ഈ നാട്ടിലെ ഏറ്റവും അധികം പരസ്യമായ വാർത്താ സമ്മേളനത്തിൽ രാഹുൽ PC ജോർജ് പരസ്യമായ വാർത്താ സമ്മേളനത്തിൽ പകയുടെ സ്വരത്തിൽ എന്നെ ഒരൊറ്റ ദിവസം ജയിലിലിട്ട പിണറായി വിജയ 14 ദിവസം ജയിലിലിടാം എനിക്കറിയാം എന്ന് പകയുടെ സ്വരത്തിൽ പറയുന്നതിനേക്കാൾ വലുതാണോ മക്കൾ നടത്തുന്ന ലീഗൽ കൺസോർഷ്യം? രാഹുൽ, അല്ല, ഞാനത് തന്നെയാണ് പറയുന്നത്. ഇനി മുഖ്യമന്ത്രി അങ്ങനെ എന്തെങ്കിലും രാഷ്ട്രീയ ഗൂഢാലോചന പറയുന്നുണ്ട് എങ്കിൽ, മുഖ്യമന്ത്രി അതിൽ വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ അതിനേക്കുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഇനി PC ജോർജ് ആരാണ് എന്നറിയണ്ടേ? PC ജോർജിന്റെ ഈ വിഷയങ്ങളെല്ലാം അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന, ഇപ്പോൾ ഏറ്റവും അവസാനം നടത്തിയ ഹേറ്റ് സ്പീച്ചിൽ പോലും അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന അദ്ദേഹത്തിന്റെ മകനും കേരളത്തിന്റെ CPM എന്ന് പറയുന്ന പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ മകനും ഒരുമിച്ച് ഒരു ലീഗൽ കൺസോർഷ്യം നടക്കുക. ആ രീതിയിൽ അന്വേഷിച്ചോട്ടെ. ഞാൻ PC ജോർജ് പറയുന്നതെല്ലാം അവിടെ നിൽക്കട്ടെ ഹാഷ്മി. ഇവരെ എല്ലാം നമുക്ക് ഷെയ്ഡി ക്യാരക്ടേഴ്സ് ആയിട്ട് അവിടെ നിലനിർത്താം. PC ജോർജിന്റെ ക്രെഡിബിലിറ്റിയെ നമുക്ക് ചോദ്യം ചെയ്യാം. ഷാജ് കിരൺ എന്ന് പറയുന്ന താങ്കൾക്ക് കൂടി ബോധ്യമുള്ള ക്രെഡിബിലിറ്റി ഉള്ള ആളുടെ ഷെയ്ഡി ക്യാരക്ടർ നമുക്ക് അവിടെ നിലനിർത്താം. സ്വപ്നയുടെ ഷെയ്ഡി ക്യാരക്ടർ നമുക്ക് നിലനിർത്താം. നമ്മുടെ ചോദ്യം സർക്കാരിനോടുള്ളതാണ്. ഇതെല്ലാം ഷെയ്ഡി ആയിട്ട് തന്നെ നിലനിൽക്കുകയാണെന്ന് വിചാരിച്ചോ? വാദത്തിന് വേണ്ടി സർക്കാരിന്റെ വാദത്തെ പൂർണ്ണമായിട്ട് അംഗീകരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ എനിക്ക് മനസ്സിലാകാത്തത് ലൈഫ് മിഷൻ കേസ്, ഇതേ അനിൽകുമാറും ഞാനും ഇരിക്കുന്ന 24ന്റെ ചർച്ചയിൽ തന്നെ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ലൈഫ് മിഷൻ ആ കേസ് തീർന്നു, സർക്കാർ സംശുദ്ധമാണ്, സർക്കാരിന്റെ ഭാഗത്ത് ഒന്നും മറയ്ക്കാനില്ല എന്ന് തെളിയിക്കപ്പെട്ടു എന്ന് പറഞ്ഞ ആ ലൈഫ് മിഷൻ കേസിൽ 6 മാസത്തിന് ശേഷം എന്തിനാണ് സ്വപ്ന ഒരു വെളിപ്പെടുത്തൽ നടത്തിയതിനു ശേഷം മാത്രം സരിത്തിനെ വിളിക്കുന്നത്? അങ്ങനെ ഷെയ്ഡി ക്യാരക്ടേഴ്സ് അണിനിരന്ന് അതിന്റെ മുന്നിൽ നിന്ന് സ്വപ്ന പൊടുന്നനവേൽ സുപ്രഭാതത്തിൽ പറയുന്ന ആരോപണത്തിൽ എന്തെങ്കിലും സംശയം കോൺഗ്രസിനുണ്ടോ? ഞാൻ പൂർത്തീകരിച്ചതിന് ശേഷം താങ്കൾ ഇങ്ങനെ ഇടപെടുമ്പം എനിക്ക് സംസാരിക്കാൻ കഴിയുന്നില്ല, ഞാൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ പറയാൻ കഴിയുന്നില്ല. ഒന്നാമത്തെ കേസ്. രണ്ടാമത്തെ കേസ് ഈ ഗൂഢാലോചന കേസ്. KT ജലീൽ പറഞ്ഞ അതിനകത്ത് ഒരു ഗൂഢാലോചനയുമില്ല, കോടതിയുടെ വരാന്തയിൽ പോലും നിൽക്കാത്തൊരു കേസിനകത്ത് കോടതിയിൽ പോയി സർക്കാർ തന്നെ പറഞ്ഞു അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യവും ഇല്ല എന്ന് പറഞ്ഞൊരു കേസ്. ആ കേസ് അന്വേഷിക്കുന്ന ആരൊക്കെയാണെന്ന് അറിയാമോ? ഒരു ADGP, ഒരു SP, 9 DYSPമാര്, 8 ജില്ലയിലായിട്ട് പടർന്ന് പന്തലിച്ചിരിക്കുന്ന ഒരു അന്വേഷണ ഏജൻസി. എന്തിനാ സർക്കാരിനെതിരായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഇത്ര പേടിക്കുന്ന എന്തിനാ? ഇനി മൂന്നാമതായിട്ടുള്ള കേസ് വ്യാജബിരുദ സർട്ടിഫിക്കറ്റ് കേസ്. ആ കേസിനകത്ത് സർക്കാർ കുറേ നാളുകളായിട്ട് ഒരു ഫോളോ അപ്പും ഇല്ല. എന്നാൽ കന്റോൺമെന്റ് സ്റ്റേഷനിൽ കഴിഞ്ഞ ദിവസം ഇൻഫർമേഷൻ കൊടുക്കുകയാണ്, എത്രയും പെട്ടെന്ന് കുറ്റപത്രം സമർപ്പിക്കണം. അതായത് സർക്കാരിനെതിരായിട്ട് ആരോപണം ഉന്നയിക്കുന്നത്, സർക്കാരിനൊന്നും മറക്കാനില്ലെന്ന് വിചാരിച്ചു. സർക്കാരിനൊന്നും മറക്കാനില്ലെങ്കിൽ സുതാര്യമായ ഒരു അന്വേഷണം നടത്തിയാൽ പോരെ? എന്തിനാണ് ആരോപണം ഉന്നയിച്ച ആളുകളെ അവരുടെ മുൻ കേസുകൾ, നിലവിലെ കേസുകൾ, അതിന്റെ പേരിൽ പെട്ടെന്ന് ഇത്ര ശാൽകുമാർ ഈ സ്വപ്ന സുരേഷ് പറയുന്നത് അവിടെ നിൽക്കട്ടെ, PC ജോർജിന്റെ ബന്ധവും ഒക്കെ അവിടെ നിൽക്കട്ടെ. ഞാനെത്താൻ നമ്മൾ ചർച്ച തുടങ്ങി 15 മിനിറ്റ് നമ്മൾ സംസാരിക്കുകയാണ്. അല്ല, ചർച്ച തുടങ്ങി 15 മിനിറ്റ് നമ്മൾ സംസാരിക്കണം. നമ്മളെത്താം. 30 സെക്കൻഡ് അവസാനിപ്പിക്കാം. ഞാൻ 30 സെക്കൻഡ് അവസാനിപ്പിക്കാം. അതും കൂടെ പറഞ്ഞിട്ട് അദ്ദേഹം മറുപടി പറയട്ടെ. അതായത് ഇന്നത്തെ ദിവസം സ്വപ്ന 2 ഉദ്യോഗസ്ഥന്മാരുടെ പേര് പറയുന്നു, 56 തവണ വിളിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. ഒന്ന്, സംസ്ഥാനത്തെ ലോ ആൻഡ് ഓർഡറിന്റെ ADGP ആയ വിജയ് സാക്കറെ. എന്താ വിജയ് സാക്കറയുടെ ക്രെഡിബിലിറ്റി? വിജയ് സാക്കറെ ആ സ്ഥാനത്ത് ഇരുത്തുവാൻ പാടില്ല എന്ന് ഇന്റലിജൻസ് റിപ്പോർട്ടുള്ള ഉദ്യോഗസ്ഥനാണ് വിജയ് സാക്കറെ. ഈ സംസ്ഥാനത്തിനകത്ത് ഏറ്റവും ജൂനിയർ ADGP ആയിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന് ലോ ആൻഡ് ഓർഡർ പോലെ തന്ത്രപ്രധാനമായ ഒരു സ്ഥാനം കൊടുത്തതിനെ പറ്റി ഓൾറെഡി പങ്കാളിത്തമുണ്ടോ? ഒന്ന്, സ്വപ്ന പറയുന്നതൊക്കെ രാഹുലും കോൺഗ്രസും മുഖവിലേക്ക് എടുക്കുകയാണോ? പറയട്ടെ, താങ്കൾക്ക് ഇത്ര ഞാനൊന്ന് പറഞ്ഞു പൂർത്തീകരിക്കാൻ താങ്കൾ സമ്മതിക്കുമോ? രണ്ടാമത്തെ കാര്യം, മറ്റൊരു ADGP, അതായത് വിജിലൻസിന്റെ ADGP അജിത് കുമാർ. ഞാൻ പറഞ്ഞു വന്നത്, ഈ സ്വപ്ന ഇങ്ങനെയൊക്കെ പറയുന്നു, ഇവർക്ക് ഡേ 1-ൽ ഇപ്പോൾ വിജയ് സാക്കറയുടെ കോൾ ലിസ്റ്റ് പുറത്തുവിടാം ഇവർക്ക്. അതുപോലെ തന്നെ അജിത് കുമാറിന്റെ കോൾ ലിസ്റ്റ് പുറത്തുവിടാം. ഇപ്പോൾ തന്നെ തെളിയിച്ചൂടെ? എന്തിനാ നമ്മളിത് വലിച്ചു നീട്ടിക്കൊണ്ടുവന്നത്? ഈ നിമിഷം തെളിയിക്കാൻ കഴിയുമല്ലോ. സ്വപ്ന പറയുന്ന കാര്യങ്ങളെല്ലാം പച്ചക്കള്ളമാണെങ്കിൽ ഇത് കള്ളമാണെന്ന് ഈ കോൾ ലിസ്റ്റിൽ തന്നെ തെളിയിക്കപ്പെടുവാൻ കഴിയുമ്പോൾ, സ്വപ്നയിടയിൽ തെളിവുമുണ്ടെന്ന് പറയുമ്പോൾ പിന്നെ എന്തിനാണ് നമ്മൾ സർക്കാർ ഇങ്ങനെ പേടിക്കുന്നത്? ശാൽകുമാർ, ഈ പ്രശ്നം
പ്രവർത്തിച്ചിരുന്ന ആളുകളാരാ? ശ്രീ അനിൽകുമാർ, ഈ പ്രശ്നം ഈ 164 കേരള ചരിത്രത്തിലെ ആദ്യ സാധനമൊന്നുമല്ല. ഈ പറയുന്ന നിങ്ങൾ ഈ ഉന്നയിക്കുന്നത് പോലെ പി സി ജോർജ് പറയുകയാണ് എന്താണ് 1 ദിവസം ജയിലിലിട്ട പിണറായി വിജയനെ 14 ദിവസം ജയിലിൽ കിടത്തും എന്ന് പറയുന്നത് രാഷ്ട്രീയ ആരോപണമാണല്ലോ. രാഷ്ട്രീയ ആരോപണം കേരളത്തിൽ ആദ്യമായല്ല. പക്ഷെ കേരളത്തിൽ ആദ്യമായുള്ളത് പി സി ജോർജിനെതിരെയും ഈ പറയുന്ന ആൾക്കെതിരെയും ഗൂഢാലോചന കേസെടുക്കുന്നു എന്നുള്ളതാണ്. ആ കേസ് അന്വേഷിക്കാൻ ഒരു ബൃഹത്തായ വലിയ ഉന്നത ഉദ്യോഗസ്ഥർക്ക് അടങ്ങുന്ന ഒരു മാസീവ് ടീമിനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഒരു ആരോപണം ഉന്നയിച്ചാൽ ഉടനെ ഈ പറയുന്ന സംസ്ഥാന സർക്കാരിന്റെ കയ്യിലുള്ള പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് അന്വേഷിച്ച് ഇനി മിണ്ടാത്ത പരുവത്തിലാക്കും എന്ന സന്ദേശം നൽകുന്നത് എന്തിനാണ്? രാഹുൽ ചോദിക്കുന്നത് പോലെ സർക്കാരിന് ഒന്നും ഭയക്കാനില്ലെങ്കിൽ. അനിൽകുമാർ, ഇത് ഏതാണ്ട് ഒരു ദിവസം കൊണ്ട് തീരുന്നതോ ഒരു നടക്ക് പോകുന്നതായ രാഷ്ട്രീയ നീക്കമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് എന്ന് ഞങ്ങൾ കാണുന്നില്ല. ഇന്ത്യ രാജ്യത്തെ സംസ്ഥാന ഗവൺമെൻറ്റുകളെ ദുർബലപ്പെടുത്താൻ നരേന്ദ്രമോദി സർക്കാർ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു അജണ്ടയുണ്ട്. ആ അജണ്ട വിവിധ സംസ്ഥാനങ്ങളിൽ പയറ്റിക്കൊണ്ടിരിക്കുകയാണ്. അത് AICCയുടെ പ്രസിഡന്റിനെയും അവരുടെ മകനായ വയനാട് MP രാഹുൽ ഗാന്ധിയെയും വരെ അതിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. കർണാടകത്തിലെ PCC ചീഫായിട്ടുള്ള DK ശിവകുമാർ പ്രതിപട്ടിക വന്നു കഴിഞ്ഞു. പക്ഷെ 2 കൊല്ലക്കാലം കേരളത്തിൽ തപ്പി നോക്കിയിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ആരുടെയെങ്കിലും പേരിൽ ഒരു ചില്ലിക്കാശുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒന്ന് കണ്ടെത്താൻ അവർക്കാർക്കും ആയിട്ടില്ല. LDFൻ്റെ ദേഹത്ത് തൊടാൻ പറ്റാത്ത ഒരു പശ്ചാത്തലത്തിൽ 2 കൊല്ലം മുമ്പ് കണ്ടുപിടിക്കപ്പെട്ട ഒരു സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതിയെ അവർ മുമ്പ് പറഞ്ഞ കാര്യങ്ങളെല്ലാം ഒരു ബിരിയാണി ചെമ്പിലിട്ട് വേവിച്ചെടുത്ത് കേരളത്തിലെ നാട്ടുകാർക്കിടയിൽ വിളമ്പാനും അത് വെട്ടിവിഴുങ്ങി ഛർദ്ദിക്കാൻ കുറേ മാധ്യമങ്ങളുണ്ട്. അത് അതേപോലെ തന്നെ വീണ്ടും വിഴുങ്ങി ഛർദ്ദിക്കാൻ കുറേ വലതുപക്ഷ നേതാക്കന്മാരുണ്ട്. ഉടനെ അതെടുത്തുകൊണ്ട് ചെമ്പുമായിട്ട് സമരം നടത്താൻ വേണ്ടി കുറേ യൂത്ത് കോൺഗ്രസ്സുകാർ ഈ നാട്ടിലുണ്ട് എന്ന് കരുതിയിട്ട് ഒരു രാഷ്ട്രീയ ഗൂഢാലോചന BJPയുടെ നേതൃത്വത്തിൽ അഴിച്ചുവിടുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനെ രാഷ്ട്രീയമായി നേരിടുക, നിയമപരമായി നേരിടുക, കേന്ദ്ര സർക്കാരിൻ്റെ ഈ ഭൂതഗണങ്ങളെ എല്ലാ മാർഗത്തിലും തളയ്ക്കുക, അതിന് ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്നവരാരോ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക. ഞങ്ങളുടെ യുദ്ധം ഒരു ദിവസം കൊണ്ട് അവസാനിക്കുന്നതല്ല. പക്ഷേ ഈ തിരക്കഥ 2 ദിവസം കൊണ്ട് പൊളിഞ്ഞു. 3 ദിവസം ആയുസില്ല. നാളെ രാവിലെ ബിരിയാണി ചെമ്പുമായിട്ട് BJPയുടെ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ സമരത്തിനിറങ്ങുമ്പോൾ സതീശൻ്റെ തലയിൽ ചെമ്പിരിക്കുമെന്നല്ലാതെ നാട്ടിലെ ആളുകളാരും ഈ ചെമ്പിൻ്റെ കഥ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ കാണണം. കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ പിന്നെ അന്വേഷണം എന്തിനാണ് ശ്രീകുമാർ? ഇന്ന് രാവിലെ നമ്മൾ കേട്ടത് അത്ര കോൺഫിഡന്റ് ആണ് സർക്കാരെങ്കിൽ ഈ പറയുന്നതൊക്കെ ഈ പറഞ്ഞ ജനം കേൾക്കുകയില്ല എന്നതാണ് ആത്മവിശ്വാസമെങ്കിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ നിരയാണ് ഈ 12 അംഗ അന്വേഷണ സംഘത്തിൽ. എന്തിനാണ്? ഇന്റിമിഡേഷനാണ്. ഇനി സർക്കാരിനെതിരെ പറഞ്ഞാൽ ഇതാണ് അവസ്ഥ എന്ന സന്ദേശമല്ലേ? അത് കേട്ടോളൂ. ഒരു സംശയമില്ല. 3 കേസെടുത്തിട്ടുണ്ട് ഇപ്പോൾ. ഒരു സംശയമില്ല. കേന്ദ്രത്തിൻ്റെ അന്വേഷണ ഏജൻസികളായിട്ട് കുറേ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഇവിടെ കടപറങ്ങിയിട്ട് ഒരു സംസ്ഥാന ഭരണകൂടം, തിരഞ്ഞെടുക്കപ്പെട്ട ഭരണകൂടം, 99 സീറ്റ് ജയിച്ച ഭരണകൂടം, ആ ഭരണകൂടത്തിൻ്റെ ഭാഗമായി നിൽക്കുന്ന നേതാക്കന്മാരെ, മന്ത്രിമാരെ, ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാരെ മുട്ടിൽ നിർത്താൻ ശ്രമിക്കുകയാണെങ്കിൽ ഞങ്ങളങ്ങ് തിരിച്ചു കൊടുക്കും. ലൈഫ് മിഷൻ്റെ CEO UV ജോസിനെ, IAS ഉദ്യോഗസ്ഥനായ അദ്ദേഹത്തെ DYSP റാങ്കിലുള്ള EDയും ഒക്കെ തന്നെ എങ്ങനെ നിർത്തി, ഫയലും പിടിച്ചുകൊണ്ട് നിർത്തി എന്നൊക്കെ കണ്ടല്ലോ. അതൊക്കെ കൈയിരുന്നാൽ മതി. അത് BJPക്കെതിരായ യുദ്ധമാണ്. അവിടെ നടത്താൻ ഞങ്ങൾ അനുവദിക്കില്ല. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. ഇപ്പോൾ വന്നിട്ടുള്ള കേസുകൾ മാത്രമല്ല, വേറെ കേസ് കിടപ്പുണ്ട്. അതായത് വ്യാജമായിട്ട് കേരളത്തിലെ സർക്കാരിനെ അട്ടിമറിക്കാൻ വേണ്ടി ED അടക്കമുള്ളവർ നടത്തിയത് സംബന്ധിച്ച് ഒരു FIR എടുത്തിട്ടുണ്ട്. ആ FIR റദ്ദ് ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവിട്ടതിനകത്ത് അതിൻ്റെ അന്വേഷണം ബന്ധപ്പെട്ട കോടതിക്ക് തുടരാമെന്നുള്ളതിൻ്റെ കോടതിയിലൊരു കേസ് നടക്കുകയാണ്. അതിനെതിരായിട്ട് ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ ഇപ്പോൾ ഒരു തർക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ കേസ് അവിടെ തുടരുന്നു, തീർന്നില്ല. ഞങ്ങളൊരു അന്വേഷണ കമ്മീഷനെ വെച്ചിരിക്കുകയാണ്. കമ്മീഷൻ ഓഫ് എൻക്വയറി ആക്ട് 3-ാം വകുപ്പ് പ്രകാരം. ശരി, അത് നടക്കട്ടെ. വേണ്ടാതിനം കാണിക്കാൻ അന്വേഷണം നടക്കട്ടെ. പ്രതിപട്ടികയിൽ വരും. ആ അന്വേഷണം നടക്കട്ടെ. CB അനിൽകുമാർ, ആ അന്വേഷണം നടക്കട്ടെ. ഇതൊരു സ്വപ്ന 164 പറഞ്ഞ കാര്യം. സ്വപ്ന ഇത് നടാടെ പറയുന്നതല്ല. ഇതിന് മുൻപ് 164 കൊടുത്തതാണ്, 108 കൊടുത്തതാണ്. ആദ്യം പറയുന്നതല്ല, അത് പരസ്യമായി പറയുന്നു. അതിന്റെ പേരിൽ കാർഡിളക്കിയ അന്വേഷണം, അതിന്റെ പേരിൽ രാഹുൽ ചൂണ്ടിക്കാണിച്ച പോലെ എന്നോ കഴിഞ്ഞ ലൈഫിൽ അന്വേഷണം കഴിഞ്ഞു എന്ന് പറഞ്ഞ സരിത്തിനെ വീട്ടിൽ വന്ന് രാമാനം പൊക്കിക്കൊണ്ടു പോകുന്നു, ഫോൺ പിടിച്ചു വെക്കുന്നു. എന്തിനാണ് ഈ ഹറിബറി? ശ്രീ ബി അനിൽകുമാർ, ഒരു പ്രശ്നവുമില്ലെങ്കിൽ സമാധാനമായി ഇരുന്നുകൂടെ? പച്ചരി കഴിക്കുന്ന മനുഷ്യരുടെ നാട്ടിലെ ജനങ്ങൾ. ശ്രീ അനിൽകുമാർ, കേൾക്കൂ. ഹാഷ്മിക്ക് ചിലപ്പോൾ വിഷമം തോന്നുകയായിരിക്കും. നിങ്ങൾ സ്വർണം കടത്തിയ ഒരാളാണ്. നിങ്ങളുടെ വീട്ടിൽ വന്ന് ഭാര്യ ബിരിയാണി ചെമ്പിനകത്ത് സ്വർണം കടത്തി
മകള് സ്വർണം കടത്തിന്ന് ഹാഷ്മിക്ക് കേട്ടാൽ വലിയ ബുദ്ധിമുട്ട് തോന്നത്തില്ല. നിങ്ങൾ സമാധാനമായിട്ട് വീട്ടിൽ ഇരിക്കും. ഇല്ല, ഹാഷ്മിയുടെ വീട്ടിൽ ഇരിക്കുന്ന ഒരാൾ ഇപ്രകാരം സ്വർണ്ണക്കള്ളക്കടത്ത് നടത്തിയ എന്നൊരു കള്ളക്കടത്തുകാർ പറഞ്ഞാൽ ഹാഷ്മി രാത്രിയിൽ സമാധാനമായിട്ട് കിടന്നുറങ്ങുമെങ്കിൽ ഞാൻ ഹാഷ്മിക്ക് നല്ല നമസ്കാരം പറയുക എന്നുള്ളതല്ലാതെ വേറെ വ്യക്തതയില്ല. ഇത് വ്യക്തിപരമാക്കുന്നത് എന്തിനാണ് സേൽകുമാർ? ഇത് വ്യക്തിപരമാക്കുന്നത് എന്തിനാണ്? ഇത് മുഖ്യമന്ത്രിക്കെതിരെ ഉന്നയിക്കുന്ന ആരോപണം മുഖ്യമന്ത്രി എന്ന പിണറായി വിജയൻ എന്നുള്ള വ്യക്തി ഒരു കുടുംബനാഥനെതിരെ എന്ന ആരോപണമാണെന്ന് സി പി എമ്മിന് അഭിമാനമുണ്ടോ? അല്ല, ഒറ്റ മിനിറ്റ് ഇപ്പൊ ഈ ശ്രീ അനിൽകുമാർ അനുവദിക്കുകയാണെങ്കിൽ അല്ല, പിണറായി വിജയനെതിരെയുള്ള ആരോപണം, പിണറായി വിജയൻ എന്ന കുടുംബസ്ഥനെതിരെ, കമലയുടെ ഭർത്താവിനെതിരെ, വീണയുടെ അച്ഛനെതിരെ ഉള്ള ആരോപണമാണ് എന്ന് താങ്കൾ കരുതുന്നുണ്ടെങ്കിൽ താങ്കളുടെ ഇപ്പോൾ പറഞ്ഞ വിദണ്ഡ ഉപമ ശരിയാണ്. ഇതങ്ങനെ അല്ലല്ലോ അനിൽകുമാർ, അങ്ങനെ അല്ലെന്നല്ല നിങ്ങൾ പറയുന്നത്. ശ്രീ ഹാഷ്മി, ഞാൻ ഒറ്റ ഇടപെടൽ നടത്തിക്കോട്ടെ? ശ്രീ ഹാഷ്മി, ഞാൻ ഒരു വാചകം അതിന് ഉത്തരം പറയാം. അതിന് മുന്നേ ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ, അതിന് ശേഷം ഉത്തരത്തിലേക്ക് വരാം. പറയൂ. അല്ലല്ല, ഞാൻ പറയാം. ഇന്ന് ഉണ്ടായ കള്ളക്കഥ നോക്കൂ. കൃഷ്ണരാജ് എന്ന് പറയുന്ന സ്വപ്നയുടെ വക്കീൽ BJP-കാരനാണ്. PC ജോർജിൻ്റെ കൂടെ മതവിദ്വേഷ പ്രസംഗം നടത്തിയ ഹിന്ദുമഹാ സമ്മേളനത്തിലെ ഒരു പ്രസംഗകനാണ് അദ്ദേഹം കോടതിയിൽ ഒരു മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തു. എൻ്റെ ചോദ്യം, സ്വപ്ന എന്ന് പറയുന്ന വനിതയെ ആരെങ്കിലും ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ മുൻകൂർ ജാമ്യത്തിലാണോ എഴുതി കൊടുക്കേണ്ടത്? അത് കൊടുക്കേണ്ടത് അടുത്ത പോലീസ് സ്റ്റേഷനിലല്ലേ? നമ്മുടെ രാജ്യത്തെ നിയമവ്യവസ്ഥ അങ്ങനല്ലേ? RSSന് വേണ്ടി വേറെ നിയമമുണ്ടോ? RSSകാരനായ വക്കീൽ എഴുതി കൊടുക്കുന്ന എവിടെയാണ്? ഹൈക്കോടതിയിൽ. അതെവിടെ എഴുതി കൊടുക്കുന്ന? മുൻകൂർ ജാമ്യ ഹർജിയിൽ. ആ മുൻകൂർ ജാമ്യ ഹർജിയുടെ പ്രത്യേകത എന്താണ്? ജാമ്യമുള്ള കേസിനകത്ത് ആരും മുൻകൂർ ജാമ്യം കൊടുക്കുകയില്ല. തലയ്ക്ക് വെളിവുള്ള ഒരു വക്കീൽ കൊടുക്കത്തില്ല. അപ്പോൾ ഈ വക്കീൽ കൊടുത്തത് എന്തിനാണ്? RSSകാരനായ വക്കീൽ കൊടുത്തത് എന്തിനാണ്? അത് വാർത്തയാക്കാനാണ്. സത്യം എന്താണ്? ഈ പറയുന്ന ഷാജ് കിരൺ എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹം MK മുനീർ അധ്യക്ഷനായിരുന്ന 24 ഇന്ത്യ വിഷൻ ചാനലിൽ വർക്ക് ചെയ്തിരുന്ന ആളാണ്. ഇപ്പം സർക്കാരിനെതിരെ പ്രവർത്തിക്കുന്ന കേന്ദ്രമന്ത്രി, BJP-കാരനായ കേന്ദ്രമന്ത്രിയുടെ ചാനലായ ഏഷ്യാനെറ്റിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന ആളാണ്. രമേശ് ചെന്നിത്തല അധ്യക്ഷനായിരുന്ന ജയ്ഹിന്ദ് ചാനലിൽ പ്രവർത്തിച്ചിരുന്ന ആളാണ് ഷാജ് കിരൺ. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ VD സതീശനെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ നരേന്ദ്രമോദിയെ പ്രകടിപ്പിച്ചിട്ടുണ്ട്. പിണറായി വിജയനെ പ്രകടിപ്പിച്ച ഒരു പോസ്റ്റും അദ്ദേഹം നടത്തിയിട്ടില്ല. ഇല്ല, ഇന്ന് പക്ഷേ HRDSനെതിരെ പറയുകയാണ്. അല്ല, ഇന്ന് ഷാജ് കിരൺ നമ്മളോട് സംസാരിക്കുമ്പോൾ HRDS സ്വപ്നയെ ട്രാപ്പിലാക്കിയിരിക്കുകയാണ്. ഈ വക്കീൽ പറഞ്ഞിട്ടാണ് പിണറായിയുടെ പേര് പറഞ്ഞ് എന്നൊക്കെയാണ് ഷാജിന്റെ വാക്കൊന്ന് കേൾക്കാം വളരെ പെട്ടെന്ന് ഷാജ് കിരണിലേക്ക്. ദയവായി ഒന്ന് കേൾക്കൂ. അല്ല, ഞാൻ പറയുന്ന മുറിക്കണ്ട. ഹാഷ്മി, ഞാൻ പറയുന്ന മുറിക്കരുത്. ഓക്കെ, ഞാൻ പറയുന്ന മുറിക്കരുത്. ഞാൻ പറയുന്ന മുറിക്കരുത്. ഞാൻ പറഞ്ഞ ഇത്രേ ഉള്ളൂ. സ്വപ്ന വിളിച്ചു വരുത്തിയിട്ടാണോ ഷാജ് കിരൺ സ്വപ്ന എടുത്ത് ഇന്നലെ ചെന്നത്? ചോദ്യം. ഹാഷ്മിയുടെ ഉത്തരം പറഞ്ഞാൽ മതി. അതെ, വിളിച്ചിട്ടാണ് പോയത്. മുഖ്യമന്ത്രി പറഞ്ഞിട്ട് ഒരാൾ ഭീഷണിപ്പെടുത്താൻ ചെന്നു പറയാ. അല്ലല്ല, അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? ഒരാൾ അപകടത്തിൽപ്പെട്ടു, എൻ്റെ കൂടെ താമസിക്കുന്ന സരിത്ത് അപകടത്തിൽപ്പെട്ടു, ആരോ തട്ടിക്കൊണ്ടുപോയി, എന്നെ രക്ഷിക്കാൻ ഓടി വരൂ എന്ന് സ്വപ്ന വിളിച്ചു പോവുകയാണ്. സ്വപ്ന വിളിച്ചു പോയപ്പോൾ ഷാജ് കിരൺ എന്ത് ചെയ്തു? ഹാഷ്മി അടക്കമുള്ള മാധ്യമപ്രവർത്തകരെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതാ സരിത്ത് അപകടത്തിൽ ആരോ തട്ടിക്കൊണ്ടുപോയി, ഓടി വരൂ. ഗൂഢാലോചന നടത്തിയിട്ട് ഇത് പിൻവലിക്കണമെന്ന് പറയാൻ ഒരാൾ മുഖ്യമന്ത്രിക്ക് വേണ്ടി കോടിയേരി ബാലകൃഷ്ണനുമായി പരിചയമുള്ള ഒരാൾ ഓടിച്ചെല്ലുന്നത് ഇങ്ങനെയാണോ? നിങ്ങൾ കേരളത്തിൽ സംഘികളുടെ ബുദ്ധി എന്ന് പറഞ്ഞാൽ ഇത്രയും ബുദ്ധിയുള്ളോ? ഈ പൊട്ട ബുദ്ധി പറയുന്ന RSSകാരൻ്റെ അരിയുടെ ചെമ്പ് താങ്ങാൻ നടക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള യൂത്ത് കോൺഗ്രസ്സുകാര് എന്ത് മര്യാദയാണ് നിങ്ങൾക്കുള്ളത്? ശരി, ഞാൻ ഷാജ് കിരണിന്റെ വാക്കുകളൊന്ന് കേട്ടിട്ട് ഞാൻ B. ഗോപാലകൃഷ്ണനെ കാണാം. അതിനു മുൻപ് HRDS ട്രാപ്പാണ് ഇതെന്ന് ഷാജ് കിരൺ പറയുന്നുണ്ട്. ഷാജിന്റെ വാക്കുകളിലേക്ക്. ഇവർ ബാത്റൂമിൽ കയറി രാത്രി എന്നെ വിളിക്കുന്നു, ഷാജി HRDS എന്നെ ട്രാപ്പ് ചെയ്തിരിക്കുകയാണ്, HRDS എന്നെ ട്രാപ്പ് ചെയ്യുന്നു. ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയാം. ഞാൻ ഇവരോട് ചോദിച്ചപ്പോൾ ഇവരെന്നോട് പറഞ്ഞു, വക്കീൽ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ പേരും മുഖ്യമന്ത്രിയുടെ മകളുടെ പേരും മുഖ്യമന്ത്രിയുടെ വൈഫിന്റെ പേരും പറഞ്ഞെന്ന്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ആരോട് ഈ നിമിഷം വരെ. പറഞ്ഞു അവരുടെ സ്റ്റേറ്റ്മെന്റ് വരെ ഞാൻ പറഞ്ഞില്ല. ഞാൻ ചോദിച്ചാൽ ആര് പറഞ്ഞിട്ട്? വക്കീൽ പറഞ്ഞു. ഞാൻ ചോദിച്ചു 164 ഇത് പറയേണ്ട ആവശ്യമില്ലല്ലോ, സ്പെസിഫിക് ആയിട്ട് ഈ 3 പേരുകൾ പറയണമെന്ന് വക്കീൽ പറഞ്ഞു. കൃഷ്ണരാജ് വക്കീൽ പറഞ്ഞു. ഇതിന്റെ പിറകിൽ വേറെ ആളുകളുണ്ടെന്നും പറഞ്ഞു. പക്ഷെ അത് താങ്ങാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചോദിച്ചില്ല, കേട്ടില്ല. അതിന് പിന്നിൽ അതായത് മുഖ്യമന്ത്രിയുടെ മകളുടെ പേര് പറയുന്നതിന് പിന്നിൽ മറ്റാൾക്കാരുണ്ട്. അടുത്ത B. ഗോപാലകൃഷ്ണൻ, ഒരു വലിയ ഗൂഢാലോചന ഇതിലുണ്ടോ? സ്വപ്ന സുരേഷ് പറയുന്നുണ്ട് ഷാജ് കിരൺ ഭീഷണിപ്പെടുത്തി നോക്കെ. ഒന്നുമല്ല, ഷാജ് കിരൺ അങ്ങോട്ട് വിളിക്കുകയായിരുന്നു. ഷാജ് കിരണും സ്വപ്നയും തമ്മിൽ ദീർഘനാളത്തെ അഭേദ്യമായ വളരെ അടുത്ത ബന്ധം ഉള്ളവരാണ്. അങ്ങനെ വിളിച്ചു വരുത്തിയ ഒരാൾ ഇത്തരത്തിൽ വരട്ടുമോ എന്നൊക്കെയുള്ള കാര്യം നമുക്ക് സാമാന്യ ബുദ്ധിക്ക് നമുക്ക് വിടാം.
ഷാജ് കിരൺ പറയുന്നു ഈ HRDSന്റെ ഗൂഢാലോചനയാണ്, RSSകാരനായ വക്കീലിന്റെ ഗൂഢാലോചനയാണ്. വക്കീലാണ് മുഖ്യമന്ത്രിയുടെ പേര് പറയാൻ, മകളുടെ പേര് പറയാൻ, ഭാര്യയുടെ പേര് പറയാൻ സ്വപ്നയോട് പറയുന്നത്. HRDSന്റെ ട്രാപ്പിൽ ഒരു 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 പപ്പറ്റിനെ പോലെ നിൽക്കുന്നു സ്വപ്ന. കഥയുണ്ടോ അതിൽ? ആ വാദത്തിൽ CB ഗോപാലകൃഷ്ണൻ. ഞാൻ ഏതാണ്ട് 25 മിനിറ്റായി ചർച്ച തുടങ്ങിയിട്ട് രണ്ടുപേരും പറയുന്നത് നിങ്ങളും പറയുന്നത് കേട്ടോണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് 2-3 കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട്. അനിൽകുമാർ വല്ലാതെ ഭയപ്പെട്ട് വിഭ്രാന്തിയിലാണ് സംസാരിക്കുന്നത്. അനിൽകുമാറെ, ചെമ്പിൽ ബിരിയാണിയാണ്, ബിരിയാണിയുടെ അടിയിൽ സ്വർണമാണ് എങ്കിൽ അത് കേന്ദ്ര സർക്കാർ പിടിക്കും. അത് കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിൽ നിങ്ങൾ കുറേ വേർക്കേണ്ടി വരും. കേന്ദ്ര സർക്കാരിൻ്റെ അന്വേഷണ ഏജൻസികൾ അന്വേഷണം അവസാനിപ്പിച്ചിട്ട് ഡൽഹിയിലേക്ക് തിരിച്ചു പോയിട്ടില്ല. അവരന്വേഷിക്കും, അവർ കണ്ടെത്തും. പിന്നെ ബിരിയാണി മുകളിൽ വെച്ചിട്ട് അടിയിൽ സ്വർണം വെച്ചപ്പോൾ പെട്ടെന്ന് കണ്ടിട്ടുണ്ടാവില്ല. കാരണം ബിരിയാണിയല്ലേ, ഇനി അതുമേ തൊട്ടാൽ അതൊരു പ്രവാചക നിന്ദയാവണ്ട എന്ന് വിചാരിച്ചിട്ടാവാം അവർ ബിരിയാണിയുടെ മുകളിൽ മാത്രം നോക്കി അടി നോക്കാതിരുന്നത്. കഷ്ടമാണ് അത് കഷ്ടമാണ്. ബിരിയാണിയിൽ പോലും അതൊക്കെ കൊണ്ട് കണക്ട് ചെയ്യുന്ന അങ്ങയുടെ ബിരിയാണിയിൽ പോലും അതൊക്കെ കൊണ്ട് കണക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ പരമദയനീയമാണ്. ഞാനല്ല, അല്ല, ബിരിയാണിയിൽ പോലും അതൊക്കെ കൊണ്ട് കണക്ട് ചെയ്യാന്നെങ്കിലേ CB ഗോപാലകൃഷ്ണൻ നന്നായിരിക്കട്ടെ. അല്ല, ഞാൻ തിരുത്തി സിയാൽകുമാർ, ഞാൻ തിരുത്തി സിയാൽകുമാർ, ഞാൻ തിരുത്തി അൽകുമാർ. അത് വൃത്തികേടാണെന്ന് ഞാൻ പറഞ്ഞു. അത് വൃത്തികേടാണെന്ന് ഞാൻ പറഞ്ഞു. ശ്രീ ഗോപാലകൃഷ്ണൻ ദയവായി. ശരി, ഈ ബിരിയാണി ഏതെങ്കിലും പ്രവാചകന്റെ ആൾക്കാർ കഴിക്കുന്ന ഭക്ഷണമൊന്നുമല്ല ഗോപാലകൃഷ്ണൻ. ശരി, CB ഗോപാലകൃഷ്ണൻ. ശരി, ബിരിയാണി ഏതെങ്കിലും മതക്കാർ കഴിക്കുന്ന ഭക്ഷണമൊന്നുമല്ല. അതിനെ അങ്ങനെ കൊണ്ട് കണക്ട് ചെയ്യേണ്ട. വൃത്തികേടാണത്. അത് വൃത്തികേടാണ്, വൃത്തികേടാണ്. ഗോപാലകൃഷ്ണൻ പറയട്ടെ, പറഞ്ഞു പൂർത്തിയാക്കും. അല്ല, ഗോപാലകൃഷ്ണൻ പറഞ്ഞു പൂർത്തി. അല്ല, ശ്രീ അൽകുമാർ പറഞ്ഞ രാഷ്ട്രീയ ആരോപണത്തിന് രാഷ്ട്രീയ മറുപടി പറയും. അതല്ലേ ഭംഗി, അതല്ലേ മര്യാദ, മാന്യത. അതെ, ഞാൻ പറഞ്ഞു വന്നത് ഇവരെന്താ പ്രവാചകനെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറയട്ടെ, പ്രവാചകനുമായിട്ടല്ല കണക്ട് ചെയ്തത്. നിങ്ങൾ മനസ്സിലാക്കാണ്ട് വെറുതെ വായി തോന്ന് വിളിച്ചു പറയല്ലേ. ഞാൻ പറഞ്ഞത് RSS എന്നാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ പ്രവാചകനോട് കണക്ട് ചെയ്യാണോ? ബിരിയാണി മര്യാദകേടല്ലേ ഗോപാലകൃഷ്ണൻ താങ്കൾ പറഞ്ഞത്? അത് തിരുത്തണ്ടേ? എന്ത് ബിരിയാണി? നിങ്ങൾ എന്നെ ഒരു മിനിറ്റ്, എനിക്ക് മനസ്സിലായില്ല. ഇല്ല, ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു. ആ ഗോപാലകൃഷ്ണൻ പറയും. അല്ല, അങ്ങനെ പരവർഗീയത പറഞ്ഞ് മുന്നോട്ട് പോകണ്ട. രാഷ്ട്രീയ ആരോപണത്തിന് രാഷ്ട്രീയ മറുപടി, അതല്ലേ നല്ലത്. രാഹുൽ ഒറ്റ മിനിറ്റ്. രാഹുൽ അരുത്. ബി ഗോപാലകൃഷ്ണൻ പറയട്ടെ. നമ്മൾ ജോർജിനെ കേട്ടില്ല, പിന്നെയാണ് ഒരു പാവം ഗോപാലകൃഷ്ണൻ. നമ്മൾ ജോർജിനെ കേട്ടവരല്ലേ. രാഹുൽ ഒറ്റ മിനിറ്റ്, ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ശരി, ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ് പൂർത്തിയാക്കട്ടെ. ബി ഗോപാലകൃഷ്ണൻ, ചർച്ച ഇങ്ങനെ ആവാൻ കാരണം താങ്കളുടെ ഒരു പരാമർശമാണ്. ഇപ്പോൾ താങ്കൾ പറഞ്ഞു പൂർത്തിയാക്കൂ. ഞാനൊന്നും എന്നെ പറയിപ്പിക്കാൻ നിങ്ങൾ ഇടപെടുത്താതെ പിന്നെ നിങ്ങൾ വായി തോന്നു പറഞ്ഞ് ഞാൻ എന്ത് ചെയ്യാനാ? ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് മനസ്സിലാക്കുന്ന ഞാൻ പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല. ഇതുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത RSSനെ ഇവിടെ വിളിച്ചു കൊണ്ടുവരുന്നു. അങ്ങനെ വിളിച്ചു കൊണ്ടുവന്ന RSS എന്ന് പറഞ്ഞാൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട ബിരിയാണിയെ കുറിച്ച് ഞാൻ പറഞ്ഞാൽ അത് വേറെ രീതിയിലേക്ക് ചിത്രീകരിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഞാൻ അത് പറയാത്തത് എന്നാണ് ഞാൻ പറഞ്ഞത്. അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഞാൻ ആ വിഷയത്തെ കുറിച്ചല്ല പറഞ്ഞത്. അത് മനസ്സിലാക്കാതെ അത് വേറെ വഴിയിലേക്ക് പോയാൽ എനിക്കത് വിഷമമുണ്ട്. കാരണം ബിരിയാണിയാണല്ലോ വിഷയം. ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരട്ടെ. ഞാൻ എന്റെ വിഷയത്തിലേക്ക് സംസാരിക്കട്ടെ. ഞാൻ പറഞ്ഞല്ലോ, തീർന്നല്ലോ. ഞാൻ സംസാരിക്കട്ടെ എന്റെ വിഷയത്തിലേക്ക്. ഞാൻ പറഞ്ഞോട്ടെ എന്റെ വിഷയം. അപ്പോ സ്വാഭാവികമായിട്ടും ഞാൻ പറഞ്ഞു വരട്ടെ. സ്വാഭാവികമായിട്ടും എനിക്ക് അനിലിനോട് പറയാനുള്ളത്, ചൈനക്കാരനായിട്ടുള്ള മുഖ്യമന്ത്രി ഇതിനേക്കാൾ അപ്പുറം ചെയ്യും. ഇപ്പം നിങ്ങൾ ചോദിക്കും ചൈനക്കാരൻ എന്തിനാന്ന് വിളിച്ചാൽ നിങ്ങൾ ചോദിക്കും
ഞാൻ ഈ ചൈനക്കാരൻ മുഖ്യമന്ത്രി എന്ന് പറയാൻ കാരണം നിങ്ങൾ ഒരു കാര്യമില്ലാതെയാണ് ഈ RSSനെ വലിച്ചിടുന്നത്. ഈ RSS എന്ന് പറയേണ്ട ഒരു കാര്യമില്ല. എന്താണ് ഇതിനകത്തെ RSS ബന്ധം? ഞാൻ അവിടുന്ന് തുടങ്ങാം. RSS എന്ന് പറഞ്ഞ് ഇന്ന് ദേശാഭിമാനി എഴുതി വെച്ചിട്ടുണ്ട്. RSSന്റെ ബന്ധം എന്താ? ഏതടിസ്ഥാനത്തിലാണ് ഈ RSSനെ ഇതിനകത്ത് പഴിക്കുന്നത്? ഇതുമായി ബന്ധപ്പെടുന്നത് HRDC എന്ന് പറയുന്ന ഒരു സ്ഥാപനമാണ്. ആ സ്ഥാപനത്തിൻ്റെ സ്ഥാപക നേതാക്കന്മാരാരാ? സ്ഥാപക നേതാക്കന്മാർ CPMന്റെ ആളുകൾ, മുൻകാല SFIക്കാർ. നിഷേധിക്കാൻ പറ്റുമോ ആർക്കെങ്കിലും? ഇല്ലല്ലോ. നമ്പർ 1. നമ്പർ 2, അതിന് ലോഗോ പ്രകാശനം ചെയ്തതാരാ? പിണറായി വിജയൻ എന്ന് പറയുന്ന കേരളത്തിൻ്റെ മുഖ്യമന്ത്രി. നിഷേധിക്കാൻ പറ്റുമോ? പറ്റില്ല. അതിന് കേന്ദ്ര ഗവൺമെന്റിന്റെ നികുതി ഇളവ് കൊടുത്തത് ആരാ? കോൺഗ്രസ്സുകാർ, കോൺഗ്രസിന്റെ UPA ഗവൺമെന്റ്. അതിനകത്ത് ഇന്നത്തെ കേന്ദ്ര ഗവൺമെന്റിൽ നിന്ന് ചില ആനുകൂല്യങ്ങൾ നേടാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഒരാളെ കൊണ്ടുവന്നതിൻ്റെ പേരിലാണ് ഇതിനെ സംഘപരിവാർ എന്ന് പറഞ്ഞോട്ടെ, എനിക്ക് വിരോധമൊന്നുമില്ല. പക്ഷേ ലോഗോ പ്രകാശനം ചെയ്തതും അതിന് നികുതി ഇളവ് ചെയ്തതും അതിൻ്റെ സംഘാടകരായി നിന്ന് അതിൻ്റെ എന്താ പറയുക പാർട്ട്നേഴ്സായിട്ട് MD ആയിട്ടുള്ള ആളുകൾ CPMന്റെ ആളുകളാണ്. ഇതൊക്കെ മറച്ചു വെച്ചിട്ട് RSS എന്ന് പറയുന്നത് മാന്യതയും മര്യാദയില്ലായ്മയുമാണ് എന്ന് ആദ്യം പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതാണ് നമ്പർ 1. ഇനി നമ്പർ 2, എനിക്കത് ഹാഷ്മിയോട് ചോദിക്കാനുള്ളത്. ഹാഷ്മി, താങ്കൾക്ക് സ്വപ്നയുടെ മൊഴിയോട് വിശ്വാസമില്ല. താങ്കൾക്ക് എന്താ പറയുക, നമ്മുടെ ഷാജി കിരൺ പറഞ്ഞതെല്ലാം ശരിയാണെന്ന് പറയുന്നു. താങ്കൾ ഷാജി കിരൺ പറയുന്നത് ശരിയാണ്. അതെ അല്ല, ഞാൻ പറഞ്ഞോട്ടെ, ഈ ചർച്ചയിൽ നേരമായി കേട്ടോണ്ടിരിക്കുന്നു ചർച്ച. ആ ചർച്ച കേട്ടോണ്ടിരിക്കും. ഞാൻ പറഞ്ഞോട്ടെ, ബിരിയാണിയുടെ കണക്ഷൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ തെറ്റായി കേട്ടതാണ്. അല്ലല്ല, ബിരിയാണിയൊക്കെ മാറ്റി. ബിരിയാണി കളക്ഷൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് തെറ്റായി കേട്ട ഞാനൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. ഞാൻ ഈ കോൺഗ്രസിന്റെ പ്രതിനിധിയുമായിട്ട് സംസാരിച്ചപ്പോൾ താങ്കൾ ഒരു ചോദ്യം ചോദിച്ചു. കോൺഗ്രസ് സ്വപ്നയുടെ മൊഴിയിൽ വിശ്വാസമുണ്ടോ? കോൺഗ്രസ് ഈ സ്വപ്ന പറയുന്ന കാര്യമൊക്കെ യൂത്ത് കോൺഗ്രസ് വിശ്വസിക്കുകയാണോ, കോൺഗ്രസ് വിശ്വസിക്കുകയാണോ എന്ന് താങ്കൾ ചോദിച്ചല്ലോ. ആ ചോദ്യം കേട്ടതാണ് ഞാൻ. അപ്പൊ എന്റെ ചോദ്യം തിരിച്ച് താങ്കളോടാണ്. അതായത് താങ്കൾക്ക് ഷാജി കിരൺ പറയുന്നതിനോടാണോ വിശ്വാസം, അത് സ്വപ്ന പറയുന്നതിനോടാണോ വിശ്വാസം? താങ്കൾക്ക് ഇവിടുത്തെ മുഖ്യമന്ത്രി പറയുന്നതിനോടാണോ വിശ്വാസം, അത് സ്വപ്ന പറയുന്നതിനോടാണോ വിശ്വാസം? താങ്കൾക്ക് കിഷരാജു എന്ന് പറയുന്ന വക്കീൽ പറയുന്നതാണോ വിശ്വാസം, സ്വപ്ന പറയുന്നതാണോ വിശ്വാസം? മുഖ്യമന്ത്രി പറയുന്നതിനോടാണ് താങ്കൾ മുഖവിലയ്ക്ക് സ്വപ്ന ഒരു മിനിറ്റ്, സംശയം എന്താണ്? സ്വപ്ന പറയുന്നതാണോ വിശ്വാസം, മുഖ്യമന്ത്രി പറയുന്നതാണോ വിശ്വാസം ചോദിച്ചാൽ എന്റെ വിശ്വാസം എന്റെ മുഖ്യമന്ത്രി പറയുന്നതിനോടാണെന്നേ ശ്രീ ഗോപാലകൃഷ്ണൻ. ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം തിരിച്ചു ചോദിക്കുകയാണപ്പാ. ഞാനത് നിങ്ങളെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടിയാണ് ഞാനത് ചോദിച്ചത്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ വേറൊരു സ്ത്രീ വയനാട്ടിൽ നിന്നുകൊണ്ട് K. സുരേന്ദ്രനെതിരായിട്ട് ഒരു മൊഴി പറഞ്ഞു. അന്ന് K. സുരേന്ദ്രൻ പറഞ്ഞു അത് ശരിയല്ല മൊഴിയെന്ന്. സ്ത്രീയുടെ മൊഴിയുടെ പേരിൽ മാത്രം ആ സ്ത്രീക്കെതിരെ കേസർ പ്രസീത എന്ന് പറയുന്ന ഒരു പ്രസീതയും K. സുരേന്ദ്രനും തമ്മിൽ സംസാരിച്ച ശബ്ദ സംപ്രേഷണം എന്റെ ശബ്ദമല്ല, സുരേന്ദ്രൻ പറഞ്ഞു എപ്പോഴെങ്കിലും? നിങ്ങളെ അങ്ങ് വെറുതെ അനാവശ്യമായ സാധനം കൊണ്ടിട്ട് അങ്ങ് തന്നെ കുരുക്കിലാവരുത്. കാര്യം അല്ലെന്ന് ഒന്നും ഒരു കുരുക്കില്ല. ഞാൻ പറയണത് കേൾക്കണം. നിങ്ങൾ എന്തിനാ ഇടയിൽ സംസാരിക്കണേ? പ്രസീത എന്ന് പറയുന്ന ഒരു സ്ത്രീയുടെ സംഭാഷണം വന്നപ്പോൾ തന്നെ കേസ് രജിസ്റ്റർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ ചോദ്യം, സ്വപ്ന സുരേഷ് എന്ന് പറയുന്ന ഒരു സ്ത്രീ മൊഴി പറയുന്നു, 164 കൊടുത്ത് മൊഴി പറയുമ്പോൾ കേസ് രജിസ്റ്റർ ചെയ്യണോ, അതോ സ്വപ്നയുടെ വായടപ്പിക്കാൻ വേണ്ടി ഭീഷണിപ്പെടുത്തണോ, ആളുകളെ വിടണോ, വിജിലൻസിനെ വിടണോ, അവർക്കെതിരായിട്ട് ഉന്നതമായിട്ടുള്ള ഉദ്യോഗസ്ഥ വൃന്ദത്തെ ഉണ്ടാക്കണമോ? ഇത് ആദ്യം പറയണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഞാൻ പറയുന്നത് പറയിപ്പിക്കാതെ പറയുമ്പോൾ എനിക്ക് മുഴുവൻ പറയാൻ പറ്റില്ല. ഞാൻ പ്രേക്ഷകർക്ക് വേണ്ടിയാണ്, പ്രേക്ഷകരോടാണ് പറയുന്നത്. 164 കൊടുത്ത ഒരു സ്ത്രീ പരസ്യമായിട്ട് സംസാരിക്കുമ്പോൾ ആ സംസാരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കൃത്യമായിട്ടുള്ളൊരു കേസ് രജിസ്റ്റർ ചെയ്യണം. കൃത്യമാണ് ആഭ്യന്തര വകുപ്പെങ്കിൽ. അതാണ് ഇതുവരെയുള്ള കീഴ്വഴക്കം. ആ കീഴ്വഴക്കം ലംഘിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ മുഖമടക്കാൻ, ആ സ്ത്രീയുടെ വായടക്കാൻ, ആ സ്ത്രീയുടെ നാവടക്കാൻ ശ്രമിക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ പറ്റില്ല. അത് ഗവൺമെന്റ് ചെയ്യുന്ന അങ്ങേയറ്റത്തെ അപലപനീയമായ കൃത്യമാണ്, ജനാധിപത്യ വിരുദ്ധമാണ്. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, സ്വപ്നയുടെ മൊഴിയെ ഞാൻ കേട്ടോണ്ടിരിക്കണേ, അതിനിടയ്ക്ക് നിങ്ങൾ അതും ഇതൊക്കെ പറഞ്ഞ്. രണ്ടാമത്തെ കാര്യം, സ്വപ്നയുടെ മൊഴി ആദ്യം വിശ്വസിച്ച കേരളത്തിലെ ചാനൽ ഏതാ?
സ്വപ്നയുടെ മൊഴി ആദ്യം വിശ്വസിച്ച കേരളത്തിലെ ചാനൽ 24 അതുകൊണ്ട് നിങ്ങളാണ് ആദ്യം സ്വപ്നയുടെ ശബ്ദരേഖ വെളിയിലേക്ക് വിട്ടത്. അതുകൊണ്ട് എന്താണെന്നോ, അന്ന് നിങ്ങൾക്ക് സ്വപ്നയെ വിശ്വസിക്കാമായിരുന്നു, ഇന്ന് നിങ്ങൾക്ക് സ്വപ്നയെ വിശ്വസിക്കാൻ നിങ്ങളെ അതെ നോക്കൂ, ഞാനൊന്ന് പറഞ്ഞോട്ടെ, അന്ന് ശബ്ദരേഖ വെളിയിൽ വെച്ചുകൊണ്ട് സ്വപ്നയുടെ മൊഴി ഹൈലൈറ്റ് ചെയ്ത 24നോട് എനിക്ക് പറയാനുള്ളത്, സ്വപ്നയുടെ ശബ്ദരേഖ വാർത്തയാണ്, ഇന്ന് സ്വപ്ന പറയുന്നത് വാർത്തയാണ്, എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ട്. അതിൽ അങ്ങേക്ക് അവ്യക്തമായ ആശങ്ക തോന്നുന്നത് മറ്റേ ബിരിയാണി പ്രവാചകന്റെ കണക്ഷൻ ഉള്ള ബുദ്ധി കൊണ്ട് ആലോചിക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾ വീണ്ടും അവിടെ അങ്ങോട്ട് പോകണ്ടെന്ന് ഞാൻ അതൊന്നും അല്ലല്ലോ പറഞ്ഞത്. ഞാൻ പറഞ്ഞതിന്റെ ക്ലാരിറ്റി ക്ലിയർ ആയിട്ട് ഞാൻ പറഞ്ഞു. പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകണ്ട. ഞാൻ പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ വളരെ കൃത്യമാണ്. ഇന്ന് ഈ 164മായി ബന്ധപ്പെട്ട് സ്വപ്ന കൊടുത്ത മൊഴി, ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇവിടുത്തെ മുഖ്യമന്ത്രിയെ ചോദ്യം ചെയ്യണം. അങ്ങനെ ചോദ്യം ചെയ്യുകയാണെങ്കിൽ ഈ മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കാൻ അവകാശമില്ല. ഞാൻ രാഹുലിലേക്കും ശ്യാൽകുമാറിലേക്കും വളരെ പെട്ടെന്ന് ബി ഗോപാലകൃഷ്ണൻ മറുപടിക്കായി ഇടവേളയ്ക്ക് ശേഷം. സ്വപ്നയുടെ വക്കീൽ കൃഷ്ണരാജ് പറയുന്നത് ഈ പറയുന്ന പോലെ എന്താണ് പിണറായി വിജയന്റെയും കോടിയേരിയും ഒക്കെ ഏതാണ്ടൊക്കെ ബിനാമി ഇടപാടുകൾ കൈകാര്യം ചെയ്യുന്നത് ഈ പറയുന്ന KP യോഹന്നാനാണ് എന്ന് ഷാജ് കിരൺ പറഞ്ഞു എന്ന് ആണ് സ്വപ്ന സുരേഷ് അഭിഭാഷകൻ പറയുന്നത്. ഷാജ് അതിന് പറഞ്ഞ മറുപടി കേൾക്കാം. ഇവരുടെ വക്കീൽ പറയുന്നുണ്ട്, കൃഷ്ണരാജ് പറയുന്നുണ്ട്, അതായത് മുഖ്യമന്ത്രിയുടെയും കോടിയേരിയുടെയും ബനാമി ഇടപാടുകൾ നടത്തുന്നത് ഈ പറയുന്ന യോഹന്നാന്റെ കയ്യിൽ കൂടിയാണെന്ന് ഷാജ് കിരൺ പറയുന്നു എന്നതിന്റെ ഓഡിയോ ക്ലിപ്പ് അവരുടെ ഉണ്ട് എന്ന് പറയുന്നു. ഞാൻ പറഞ്ഞ ഓഡിയോ എങ്ങനെയാണെന്ന് അറിയാമോ? സെൻട്രൽ IBയുടെ റിപ്പോർട്ട് പ്രകാരം പലരുടെ FCRI ക്യാൻസലായി. അന്ന് സെൻട്രൽ IBയുടെ റിപ്പോർട്ടായിട്ട് പറഞ്ഞിരുന്ന കാരണങ്ങൾ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഫണ്ട് ഉപയോഗിച്ചിരിക്കാം എന്നുള്ളൊരു വസ്തുത ഇങ്ങനെ പറഞ്ഞു. അത് എനിക്കറിയില്ല, ഇങ്ങനെയാണ് ഞാൻ പറഞ്ഞത്. അത് ഇവരുടെ പേരൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഇങ്ങനെ ഉണ്ടാകും ഞാൻ പറഞ്ഞ കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കളുടെ ഫണ്ട് ഇങ്ങനെ ഉണ്ടായേക്കാം, അത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ HRDS ശ്രീ ബി ഗോപാലകൃഷ്ണൻ പറയുന്നത് പോലെ CPMകാരുടെ സംഘടനയാണ് എന്ന് രാഹുൽ മാങ്കൂട്ടത്തിനും കോൺഗ്രസിനും നിലപാടുണ്ടോ? കൃഷ്ണരാജ് വക്കീൽ ഈ പറയുന്ന പോലെ ഒരു RSS ബന്ധവും ഇല്ലാത്ത ആളാണ് എന്ന് ബി ഗോപാലകൃഷ്ണൻ പറയുന്ന നിലപാട് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിലുണ്ടോ? PC ജോർജ് ഈ പറയുന്ന അവിടെ നിങ്ങൾ കറക്റ്റ് ചെയ്യോ? എന്താണ് ഒരു മിനിറ്റ് നിങ്ങൾ പറയുന്നത് കൃഷ്ണരാജ് വക്കീൽ RSS ബന്ധമൊന്നും ഇല്ല എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ, കോൺഗ്രസ് ഗവൺമെന്റ് ആണ് അവർക്ക് നികുതി ഇളവ് കൊടുത്തത്. HRDCയുടെ പറഞ്ഞു കോൺഗ്രസ് ഗവൺമെന്റ് ആണ് നികുതി ഇളവ് കൊടുത്തത്. അത് ശരിയാണെന്ന് ചോദിക്കുക. ലോക ഉദ്ഘാടനം ചെയ്ത HRDSന് സംഘപരിവാറുമായി പുലബന്ധം പോലും ഇല്ല എന്ന് പറയുന്ന അങ്ങ്, HRDSന് സംഘപരിവാറുമായി പുലബന്ധം പോലും ഇല്ല എന്ന് പറയുന്ന അങ്ങ് കൃഷ്ണരാജ് വക്കീലിനെയും അങ്ങനെ പറയുന്നു. അതുകൊണ്ട് ഞാൻ ആന്റിസിപ്പേറ്റ് ചെയ്താണ്. ശരിയാണ്, അങ്ങ് പറയുന്നു കൃഷ്ണരാജ് വക്കീൽ RSSന്റെ അടുത്ത ആളാണ്. ഓക്കെ, രാഹുൽ പറയാത്ത കാര്യം കേറി പറയേണ്ടത് ഇല്ല ഞാൻ പറഞ്ഞില്ല. അവിടെയാണ് നിങ്ങൾക്ക് ഞാൻ പറയാത്ത കാര്യം കേറി പറയാ. നിങ്ങൾ HRDSന് സംഘപരിവാർ ബന്ധമില്ല എന്ന് അങ്ങേയറ്റം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചപ്പോൾ സ്വാഭാവികമായി താങ്കൾ പറയാം കൃഷ്ണരാജ് വക്കീലും അങ്ങനെയൊന്നും ഇല്ല എന്ന് താങ്കൾ പറയുന്നു എന്നല്ല ഞാൻ കരുതുള്ളൂ. ഇല്ല അല്ല, ശരി, കൃഷ്ണരാജ് വക്കീൽ RSSന് വേണ്ടപ്പെട്ടവനാണ്. ശരി, നിങ്ങൾക്ക് തെറ്റി. സംഘപരിവാർ അല്ലെന്ന് നിങ്ങൾ അങ്ങനെ അങ്ങോട്ട് പോകണ്ട. ഈ HRDSക്ക് സംഘപരിവാറുമായി പുലബന്ധമില്ല എന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് എന്താ, അതിന്റെ സംഘാടകര് പാർട്ട്നേഴ്സ് CPM, അതിന്റെ ലോക ഉദ്ഘാടനം ചെയ്തത് മുഖ്യമന്ത്രി, അതിന് നികുതി ഇളവ് കൊടുത്തത് കോൺഗ്രസ്. ബന്ധപ്പെട്ട് സംഘപരിവാറുമായി ബന്ധപ്പെട്ട ഒരാളുണ്ട്, ഒരേ ഒരാൾ. നിങ്ങൾ പറഞ്ഞ ഭാഷയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ശരി, താങ്കളുടെ ചോദ്യത്തിന് മറുപടി പറയുന്നതിന് മുമ്പ്, സ്വർണ്ണക്കടത്ത് പോലെ അങ്ങേയറ്റം നിന്ദ്യവും നീചവുമായിട്ടുള്ളൊരു വിഷയത്തിൽ ഈ വിഷയവുമായിട്ടോ അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിഷയങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത പ്രവാചകനെ ഈ വിഷയത്തിലേക്ക് ചർച്ചയിലേക്ക് വലിച്ചഴിച്ചുകൊണ്ടുവന്ന BJP പ്രതിനിധി കേരളത്തിൻ്റെ ഒരു നുപുർ ശർമ്മയാകാനായിട്ടുള്ള ആ ശ്രമത്തെ അങ്ങേയറ്റം ശക്തമായ ഭാഷയിൽ ഞാൻ അപലപിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മളൊരു വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറയണം. അല്ല, ഇത് രാഹുലിന്റെ സമയമാണ്. ശരി, രാഹുലിന്റെ സമയമാണ്. രാഹുൽ പറയട്ടെ. ഏതെങ്കിലും വിഷയത്തിൽ ഇല്ല, രാഹുൽ പറയട്ടെ. ഞാൻ പറയാത്ത കാര്യം പറയരുത്. ഇപ്പൊ നമ്മൾ ക്യാമലിന്റെ ഇൻസ്ട്രുമെന്റ് ബോക്സിനെ പറ്റി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ
ഒട്ടകത്തിന് മുകളിൽ കയറി യാത്ര ചെയ്തതിനെ പറ്റി പറയുന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? അത് സാരമില്ല, അത് ക്യാമൽ ഞാൻ ഇൻസ്ട്രുമെന്റ് പറയാത്ത ബോക്സ് ആണ് നമ്മുടെ ചർച്ചാ കാര്യങ്ങൾ വിഷയം. നിങ്ങൾ അപ്പോൾ ഒട്ടകത്തിന്റെ പുറത്ത് കയറി യാത്ര ചെയ്തതിനെ പറ്റി പറയുന്നത് എന്തെങ്കിലും കാര്യമുണ്ടോ? ഒരു കാര്യമില്ല. ശരി ബി ഗോപാൽ ഒരു രാഹുൽ കാര്യമില്ല. സമയമാണ്. രാഹുൽ പറഞ്ഞു പൂർത്തിയാകട്ടെ. ഞാൻ അനിൽകുമാറിലേക്ക് പോയിട്ട് അങ്ങനെയൊക്കെ എത്തും. ബി ഗോപാൽ പരസ്പര ബന്ധമില്ല. ഓക്കെ രാഹുൽ. അതിന് ഇവിടെയാണ് യൂത്ത് കോൺഗ്രസ്സുകാരന്റെ വിവരക്കേട്. ഇവിടെയാണ് യൂത്ത് കോൺഗ്രസ്സുകാരന്റെ വ്യക്തിപരമാവണ്ട. ഇല്ല ഒന്നും വ്യക്തിപരമാവണ്ട. ഇല്ല ഒന്നും വ്യക്തിപരമാവണ്ട. അല്ല, ഞാൻ ശരി. താങ്കൾ പറഞ്ഞ വിവരക്കേടിനെയാണ് ചൂണ്ടിക്കാണിച്ചത്. ബി ഗോപാലകൃഷ്ണൻ അല്ല രാഹുലിന്റെ സമയമാണ്. രാഹുലിന്റെ സമയമാണ്. ശരി സി ബി ഗോപാലകൃഷ്ണൻ അതാണ് രാഹുൽ മറുപടി പറയാൻ പോകുന്നത്. ഞാൻ അതിലേക്കാണ് വരുന്നത് സാർ. ഇല്ല താങ്കൾ പോട്ടെ. ഞാൻ അതിലേക്കാണ് വരുന്നത്. സി ബി ഗോപാലകൃഷ്ണൻ അടങ്ങും പ്ലീസ്. അല്പസമയം രാഹുൽ മറുപടി പറയാം. രാഹുൽ മറുപടി പറയാൻ പോകുന്നു. രാഹുൽ മറുപടി പറയാൻ പോകുന്നു. യെസ് അത് പറ. ഞാൻ വായിത്തോന്ന് വിളിച്ചു പറയരുത്. ഒരു ചർച്ചയ്ക്ക് വന്നിട്ട് വായിത്തോന്ന് വിളിച്ചു പറയുന്ന അയാളാണ്. നികുതി അളവ് അത് പറ. ഞാനാണോ ബി ഗോപാലകൃഷ്ണൻ താങ്കൾ രാഹുലിനെ മറുപടി പറയാൻ അനുവദിക്കാതിരിക്കുകയാണോ? ഗോപാലകൃഷ്ണൻ അങ്ങേക്ക് രാഹുലിന്റെ മറുപടി കേൾക്കണമെങ്കിൽ അല്പസമയം സംയമനം പാലിക്കണം. അല്പസമയം സംയമനം പാലിക്കണം. അനാവശ്യമായ കോയിനേജുകൾ താങ്കൾ കൊണ്ടുവന്ന് താങ്കളാണ് ഈ ചർച്ചയിൽ. പോട്ടെ, അത് വിടൂ. രാഹുൽ മറുപടി പൂർത്തിയാക്കൂ. രാഹുൽ അത് നേരത്തെ ഞാൻ ക്ലാരിറ്റി ഞാൻ മാന്യതയില്ലാതെ വായിൽ തോന്നി എന്തെങ്കിലും ഒരു വാചകം പറഞ്ഞിട്ടുണ്ടോ? പിന്നെ വായി തോന്നി ഇപ്പൊ വിളിക്ക് പറയണതിനാ. അപ്പൊ അനാവശ്യ കാര്യമാണെന്ന് അങ്ങേക്ക് അറിയാം. ഒന്ന് പറഞ്ഞത് അനാവശ്യമാണെന്ന് അങ്ങേക്ക് അറിയാം. പോട്ടെ, രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കൂ. സിബി ഗോപാലകൃഷ്ണൻ ശരി. രാഹുൽ കേരളമാണ് സാർ. ഇത് കേരളമാണ് സാർ. നിങ്ങളെ ആട്ടിപ്പായിക്കുന്ന കേരളമാണ് സാർ. നിങ്ങൾ പറയുന്ന മാതിരിയല്ല. ഇത് കേരളത്തിൽ ജീവിക്കുന്നവരാ ഞാൻ. പറ്റത്തില്ല. ഞാൻ പറയാത്ത കാര്യം എന്റെ തൊള്ളയിൽ വെക്കണ്ട. അത് വിഷമമുണ്ടാവും നിങ്ങൾക്ക്. സി ബി ഗോപാലകൃഷ്ണൻ ശരി. രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കട്ടെ. സി ബി ഗോപാല ശബ്ദമെടുക്കാനാണെങ്കിൽ എല്ലാവർക്കും ശബ്ദമെടുക്കാം. പക്ഷെ ചർച്ച ആരും കേൾക്കില്ല. രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കൂ. ശ്രീ ഹാഷ്മി, മുൻപ് ചില ചർച്ചകളിൽ ഞാൻ ഇത്തരത്തിൽ ഇടപെടലുകൾ നടത്തുമ്പോൾ നിങ്ങൾ മ്യൂട്ട് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഇല്ല, നിങ്ങൾ ശബ്ദം താഴ്ത്തുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതേ മര്യാദ ഈ ചർച്ചയിൽ താങ്കൾ കാണിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കൂ. ഞാൻ 24-നെ പറ്റിയാ പറഞ്ഞത്. താങ്കൾ ഇപ്പൊ ജോലി ചെയ്യുന്ന സ്ഥാപനത്തെ പറ്റിയാ പറഞ്ഞത്. അതൊരു തെറ്റാണെന്നല്ല ഞാൻ പറയുന്നത്. തെറ്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓഡിയോ മ്യൂട്ട് ചെയ്യാറില്ല ഞങ്ങൾ. പരമാവധി വൃത്തിയോട് പറഞ്ഞാൽ മാത്രമേ അങ്ങനെ മ്യൂട്ട് ചെയ്യാറുള്ളൂ. മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ചർച്ച ദിലീപ് ചർച്ചയ്ക്കകത്ത് മ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അത് വേറെ ഇഷ്യൂവിനാണ്. രാഹുൽ പറഞ്ഞു പൂർത്തിയാക്കൂ. അല്ല, ശബ്ദം താഴ്ത്താറുണ്ടെന്നാ പറഞ്ഞത്. ശബ്ദം താഴ്ത്താറുണ്ട്. ഞാൻ ചർച്ചകൾ കേട്ടിട്ടുണ്ട്. ഞാൻ പോട്ടെ, അതല്ലല്ലോ നമ്മുടെ ചർച്ചാ വിഷയം. നമ്മുടെ വിഷയത്തിലേക്ക് വരാം. താങ്കളുടെ ചോദ്യത്തിന് മുഴുവൻ ഞാൻ മറുപടി പറയുന്നതിന് മുമ്പ് ഇവിടെ ശ്രീ അനിൽകുമാർ പറഞ്ഞ 2 കാര്യങ്ങൾ, അദ്ദേഹം നടത്തിയ 2 കുറ്റസമ്മതം ഞാൻ പറയേണ്ടി വരും. ആ കുറ്റസമ്മതത്തിനുള്ള മറുപടി ഞാൻ പറയാം. ഒന്ന്, അദ്ദേഹം പറഞ്ഞു ഇതിനെ സാധൂകരിക്കാൻ വേണ്ടിയിട്ട്, ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുകയാണ് സോണിയാഗാന്ധിക്കും രാഹുൽ ഗാന്ധിക്കുമെതിരെ കേസുണ്ട്, കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ. DK ശിവകുമാറിനെതിരെ കേസുണ്ട്. സാറേ, അവരാരും നരേന്ദ്രമോദിയിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഓണറബിൾ പ്രൈം മിനിസ്റ്റർ ഏറ്റവും അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കേന്ദ്ര ഏജൻസി ഇങ്ങോട്ട് അയച്ച് ഈ വിഷയം ഒന്ന് അന്വേഷിക്കൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് പിണറായി വിജയൻ കത്തെഴുതിയതിൻ്റെ കൂട്ട് ഒരു കത്ത് അങ്ങോട്ട് എഴുതിയിട്ട് വിളിച്ചു വരുത്തിയ അന്വേഷണ ഏജൻസി അല്ല. ഞങ്ങൾക്ക് BJPയുടെ ഭരണത്തിന് കീഴിലുള്ള അന്വേഷണ ഏജൻസികളെ വിശ്വാസമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ അത്തരത്തിലുള്ള സമരങ്ങളുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയാണ് ഈ അന്വേഷണ ഏജൻസികളെ എനിക്ക് വിശ്വാസമാണെന്ന് പറഞ്ഞിട്ട് പ്രധാനമന്ത്രിയോട് അന്വേഷണം ആവശ്യപ്പെട്ടത്. അതിനുശേഷമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ തമ്മിൽ തീർത്താൽ മതി. ഒന്നാമത്തെ വിഷയം. രണ്ടാമത്, താങ്കളോടൊരു ഉദാഹരണമായിട്ട് ചോദിക്കുകയാണ്. അബദ്ധം പറ്റിയതാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. അനിൽകുമാറിന് അങ്ങനെ പറ്റുന്നതല്ല. അദ്ദേഹം ചോദിക്കുകയാണ് ഹാഷ്മിയെ പറ്റി. ഹാഷ്മി സ്വർണം കടത്തി, ഹാഷ്മിയും കുടുംബവും സ്വർണം കടത്തി എന്ന് പറഞ്ഞാൽ ഹാഷ്മി സമാധാനത്തെ കിടന്നുറങ്ങുമായിരിക്കും. പക്ഷെ ഞങ്ങൾ അങ്ങനെയല്ല. അതുകൊണ്ട് തന്നെ സാറേ, ഞങ്ങൾ മുഖ്യമന്ത്രി സ്ഥാനം പിണറായി വിജയൻ ഒഴിയണം എന്ന് പറയുന്നത്. ഈ നാട്ടിൽ ആർക്ക് വേണമെങ്കിലും ആരോപണം ഉന്നയിക്കാം, ആരെ പറ്റിയും ആരോപണം ഉന്നയിക്കാം. അത് തെളിയിക്കപ്പെടുന്നതിനകത്തൊരു നിയമപരമായിട്ടുള്ള രീതിയുണ്ട്. ഇപ്പൊ ഹാഷ്മിക്കെതിരെ ഞാനൊരു ആരോപണം ഉന്നയിച്ചാൽ അതിൻ്റെ പേരിൽ മാത്രം ഹാഷ്മി ആ ദിവസം തൊട്ട് 24 എന്ന് പറയുന്ന ചാനലിൽ ഇരുന്നുകൊണ്ട് എനിക്കെതിരെ വ്യാജമായ വാർത്തകൾ കൊടുത്ത് എന്നെ അപകീർത്തിപ്പെടുത്താൽ അതിനെ നമ്മൾ വിളിക്കുന്നത് അധികാര ദുർവിനിയോഗം എന്നാ സാറേ. അതേ അധികാര ദുർവിനിയോഗമാണ് പിണറായി വിജയൻ ചെയ്തിരിക്കുന്നത്. അതായത് പിണറായി വിജയനെതിരായിട്ട് കേസ് കൊടുത്തു അല്ലെങ്കിൽ ആരോപണം ഉന്നയിച്ചു എന്നതിൻ്റെ പേരിൽ ഒരു സ്ത്രീക്കെതിരായിട്ട്, ആ ആരോപണം ഉന്നയിച്ച ആളുകൾക്കെതിരായിട്ട് 3 കേസുകൾ പൊടി തട്ടിയെടുക്കുക. നിങ്ങൾ നിർത്തിയിടത്തുനിന്ന്, അന്വേഷണം അവസാനിച്ചു എന്ന് പറഞ്ഞിടത്തുനിന്ന്. ഞാൻ ചോദിക്കുന്നത് ലൈഫ് മിഷൻ. എൻ്റെ ചോദ്യത്തിന് ശ്രീ അനിൽകുമാർ മറുപടി പറഞ്ഞില്ല. താങ്കൾ അതിനകത്ത് ഇടപെടുമെന്ന് ഞാൻ വിചാരിച്ചു. ലൈഫ് മിഷൻ കേസ് അവസാനിച്ചതാണ് എന്ന് നിങ്ങൾ തന്നെ പറഞ്ഞുകൊണ്ടിരുന്നതല്ലേ? അവിടെ നിന്ന് ഇപ്പോൾ അന്വേഷണം നടത്തുവാൻ പോകുന്നു. എന്താണ് പുതിയ കണ്ടെത്തൽ?
കേരളത്തിന് അറിയണ്ടേ? ലൈഫ് മിഷനിൽ നിങ്ങൾ സംശുദ്ധമാക്കപ്പെട്ട ആ കേസിനകത്ത് എന്താണ് പുതിയ ഡെവലപ്മെന്റ് സരിത്തിനെ ചോദ്യം ചെയ്യാനായിട്ട്? ഇനിയും അങ്ങനെ ഡെവലപ്മെന്റ് ഉണ്ടെങ്കിൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ നിയമപരമായിട്ടുള്ള പ്രോട്ടോകോളുകൾ കൃത്യമായി നിയമാവലികൾ പാലിക്കപ്പെട്ടിട്ടുണ്ടോ സരിത്തിന്റെ അറസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട്? പിന്നെ PRDS ഞങ്ങളും പറയുന്നുണ്ട് സാറേ, ഇത് ജോയിന്റ് വെഞ്ചുറാ. സ്വപ്ന സുരേഷിന്റെ അസൈലമായ PRDS സംഘപരിവാറിന്റെയും CPM-ന്റെയും ജോയിന്റ് വെഞ്ചുറാ. ആ സംഘടനയുടെ നടക്കുന്നുണ്ടോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. പക്ഷേ അതിന്റെ ഓണർഷിപ്പിനകത്ത് പറയാം. ഈ നാട്ടിൽ CPM-ന്റെയും സംഘപരിവാറിന്റെയും ഒരുപാട് സ്ഥാപനങ്ങൾ മര്യാദയ്ക്ക് പ്രവർത്തിക്കുന്നതാണെങ്കിൽ നികുതി ഇളവ് കൊടുത്തിട്ടുണ്ടാകാം. ഇപ്പൊ AKG സെന്റർ അതല്ല വിഷയം. പക്ഷെ അതിന്റെ ഓണർഷിപ്പ്, PRDS-ന്റെ ഓണർഷിപ്പ്, ലോഗോ പ്രകാശനം തൊട്ടുള്ള ഓണർഷിപ്പ് CPM-ഉം RSS-ഉം നമ്മളെ ജോയിന്റ് വെഞ്ചർ ആണെന്നേ പറഞ്ഞുള്ളൂ. ഇനി താങ്കൾ കൊടുത്ത നികുതി ഇളവ് നടത്തിയിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇനി നികുതി ഇളവ് ഇത് ഈ ചർച്ചയിൽ ഏറ്റവും കുറവ് സമയം എന്റെ ആർഗ്യുമെന്റുകൾ പൂർത്തീകരിക്കണ്ടേ? പെട്ടെന്ന് അല്ല അപ്പോ എന്റെ ചോദ്യം നിങ്ങൾക്കൊന്നും ഭയക്കാനില്ല. പിന്നെ ഈ രാജ്കിരണോ അയാളുടെ ക്രെഡിബിലിറ്റിയെ നിങ്ങൾ അവിശ്വസിക്കുന്ന പോലെ തന്നെ സ്വപ്നയുടെ ക്രെഡിബിലിറ്റിയെ നമുക്ക് അവിശ്വസിക്കാം. എല്ലാവരുടെയും ക്രെഡിബിലിറ്റിയെ നമുക്ക് അവിശ്വസിക്കാം. പക്ഷേ ഈ സ്വപ്ന നാട്ടിലെ ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ആളാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നത് CPM-കാരാ. CPM-ന്റെ ഈ വിഷയം ഉയർന്നപ്പോൾ ആദ്യത്തെ ഡിഫൻസ് എന്തായിരുന്നു? 24-ന്റെ ചാനൽ ചർച്ചകളിൽ ഞാൻ പങ്കെടുത്തിട്ടുള്ള അന്ന് അനിൽകുമാർ പറഞ്ഞിട്ടുള്ള ഇതാ ഈ കേസിനകത്ത് പ്രതി തന്നെ പറയുന്നു ഞങ്ങൾക്ക് ഇതിനകത്ത് പങ്കാളിത്തമില്ല എന്ന് പറഞ്ഞിട്ട് അന്ന് ആ പ്രതിയുടെ വാചകമെല്ലാം നിങ്ങൾക്ക് അന്വർത്ഥമായിരുന്നു, സത്യസന്ധമായിരുന്നു. ഇപ്പൊ നിങ്ങൾക്കെതിരായി പറഞ്ഞു തുടങ്ങുമ്പോൾ തൊട്ട് എങ്ങനെയാണ് സാറേ നിങ്ങൾക്ക് ഈ ആ ആളുടെ ക്രെഡിബിലിറ്റി ലോസ് ഉണ്ടാകുന്നത്? അല്ല, വ്യാജബിരുദ കേസ് പരാമർശിച്ചല്ലോ. അല്ല ഹാഷ്മി, ഞാൻ അതുകൂടെ പറയട്ടെ. വ്യാജബിരുദ കേസിനെ പറ്റി താങ്കൾ പറഞ്ഞല്ലോ. ഈ സംസ്ഥാന സർക്കാർ ഏറ്റവും താഴെത്തട്ടിലുള്ള സർക്കാർ ഉദ്യോഗമോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെയുള്ള നിയമനങ്ങളിലും കൃത്യമായ വെരിഫിക്കേഷൻ നടത്തുന്ന സർക്കാർ, വിശ്വസ്തനായ ഉദ്യോഗസ്ഥൻ ശിവശങ്കരൻ വഴി സർട്ടിഫിക്കറ്റ് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ ഖുറാന്റെ മറവിൽ സ്വർണ്ണം കടത്തി, ഈന്തപ്പഴത്തിൻ്റെ മറവിൽ സ്വർണ്ണം കടത്തി. ഇതായിരുന്നല്ലോ ഇത്രയും നാളും BJP-യുടെ കോൺഗ്രസിൻ്റെ കേരളത്തിലെ സമരത്തിൻ്റെ പ്രധാനപ്പെട്ട മുദ്രാവാക്യം. യൂത്ത് കോൺഗ്രസ്സുകാർ KM ഷാജി എന്ന് പറഞ്ഞ പഴയ MLA, അന്തരിച്ചുപോയ PT തോമസ്, ഇവരൊക്കെ എന്താ പറഞ്ഞത്? ഖുറാൻ്റെ മറവിൽ സ്വർണ്ണം കടത്തി. യഥാർത്ഥത്തിൽ RSS-ൻ്റെ ഒരു കെണിയായിരുന്നു അത്. ഖുറാൻ എന്ന് പറയുന്ന വേദപുസ്തകത്തെ കള്ളക്കടത്തുമായി ബന്ധപ്പെട്ട് ബന്ധിപ്പിക്കുക എന്ന് പറയുന്ന RSS-ൻ്റെ കെണിയായിരുന്നു അത്. ആ കെണിയിൽ കോൺഗ്രസ് വീണുപോയി. RSS-ൻ്റെ മെഗഫോണായിട്ട് കോൺഗ്രസ് പെരുമാറി എന്നുള്ളതുകൊണ്ടാണ് നിയമസഭയിൽ ആ വ്യാജ ആരോപണം ഉയർന്നു വന്നത്. ആ ആരോപണം ഏറ്റെടുത്ത് നടന്നതിന്, അതിൻ്റെ പേരിൽ മുഖ്യമന്ത്രി അപമാനിക്കാൻ നടന്നതിന്, KT ജലീലിനെ അപമാനിക്കാൻ നടന്നതിന് നിങ്ങൾക്ക് ശിക്ഷ കിട്ടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ഇപ്പം എന്താണ് ബിരിയാണി പറയുന്നത്? ആ ബിരിയാണി എന്ന് പറയുന്നത് വെറുതെ മനുഷ്യൻ കഴിക്കുന്ന ബിരിയാണിയല്ല, അതൊരു പ്രതീകമാണ്. ആ പ്രതീകം എങ്ങോട്ടേക്ക് നീങ്ങാൻ പോകുന്നു എന്നുള്ളതാണ് പ്രവാചക നിന്ദയിലൂടെ ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന RSS-കാരനൂടെ തെളിയിക്കുന്നത്. അപ്പം VD സതീശൻ്റെ തലയിൽ ഇപ്പോൾ വിറ്റിരിക്കുന്ന ബിരിയാണി ചെമ്പുണ്ടല്ലോ, യൂത്ത് കോൺഗ്രസ്സുകാർ മുഖ്യമന്ത്രിക്കെതിരെ എടുത്തുപയോഗിക്കുന്ന ബിരിയാണി ചെമ്പുണ്ടല്ലോ, നിങ്ങൾ സെക്രട്ടേറിയറ്റിനകത്തേക്ക് തള്ളിക്കയറുമ്പോൾ അവിടെ കൊണ്ട് സ്ഥാപിക്കുന്ന ബിരിയാണി ചെമ്പുണ്ടല്ലോ, ആ ബിരിയാണി ചെമ്പ് ഖുറാന്റെ മറവിലെ സ്വർണ്ണക്കള്ളക്കടത്ത് പോലെ RSS പ്രയോഗിക്കുന്ന ഒരു പ്രതീകമാണ്. അങ്ങനെ RSS-ന്റെ പ്രതീകങ്ങളെ കേരള രാഷ്ട്രീയത്തിനകത്ത് ഉപയോഗിക്കാൻ വേണ്ടിയുള്ള വെറും ചട്ടുകങ്ങളായി കേരളത്തിൽ RSS-ന് കൂലിയുണ്ടോ കൂലിയില്ലാതെയോ കിട്ടുന്ന കൂട്ടരാണ് കോൺഗ്രസ് എന്നതാണ് ഈ ചർച്ച തെളിയിക്കുന്നത്. അതുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ ഈ തെമ്മാടിത്തരം, പ്രവാചകൻ നിന്ന് നടത്തുന്ന തെമ്മാടിത്തരത്തേക്കാൾ കൂടുതൽ അത്തരം തെമ്മാടിത്തരങ്ങൾ നടത്തുന്ന RSS-ന് അരി നിൽക്കുന്ന പണിയാണ് കോൺഗ്രസ് നടത്തുന്നത് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാര്യം, ഈ ചർച്ചയിൽ പറഞ്ഞൊരു കാര്യം എന്താണ്? മുഖ്യമന്ത്രി കത്തെഴുതി. മുഖ്യമന്ത്രി എന്തിനാണ് കത്തെഴുതിയത്? സ്വർണ്ണക്കള്ളക്കടത്ത് നടന്നത് ദുബായ് എയർപോർട്ടിൽ നിന്ന് തിരുവനന്തപുരത്തെ എയർപോർട്ടിലേക്കാണ്. ആരോപണം എവിടത്തേക്കാണ്? UAE കോൺസുലേറ്റിലേക്കാണ്.
കേരള പോലീസ് അന്വേഷിക്കുമോ? കേരള പോലീസിന് അധികാരം? രാഹുൽ ലോ കോളേജിൽ പോയെന്ന് എനിക്കറിയത്തില്ല. ഇല്ല. പക്ഷെ നിയമം എന്ന് പറയുന്ന സാധനം സാധാരണഗതിയിൽ മനസ്സിലാവുമെങ്കിൽ കേരള പോലീസിന് അന്വേഷിക്കാൻ അധികാരമില്ല എന്നും അന്വേഷിക്കേണ്ട ഏജൻസികൾ ഇത് ശരിയായിട്ട് അന്വേഷിക്കണമെന്ന് മുഖ്യമന്ത്രി എഴുതുന്നത് എന്തിനാ? ഞങ്ങൾ ഇപ്പോഴത്തെ നിലപാടതാണ്. അത് പിടിച്ചില്ല. പ്രധാനപ്പെട്ട ചോദ്യം എന്താണ്? ആർക്ക് വേണ്ടി സ്വർണം വന്നു? ഞാൻ ഈ ചാനൽ ചർച്ചയിൽ ഔദ്യോഗികമായി ആധികാരികമായി ആരോപിക്കുന്നു, RSS നേതൃത്വം കൊടുക്കുന്ന ഹിന്ദു എക്കോണമിക് ഫോറം അവരുടെ ചില സ്വർണ്ണക്കടകളുണ്ട്. ആ സ്വർണ്ണക്കടകൾക്ക് വേണ്ടി വന്ന സ്വർണമായതുകൊണ്ടാണ് ഈ നയതന്ത്ര ചാനലിൽ മുരളീധരൻ എന്ന് പറയുന്ന BJPയുടെ കേന്ദ്രമന്ത്രിക്ക് സഹമന്ത്രിക്ക് ബന്ധമുള്ള കള്ളക്കടത്തായതുകൊണ്ടാണ്. ഇത് നയതന്ത്ര ചാനലിലൂടെ വന്ന സ്വർണ്ണമല്ല എന്ന് മൊഴി കൊടുക്കണമെന്ന് ജനൻ TV-യുടെ അനിൽ നമ്പ്യാർ സ്വപ്നയെ മൊഴി പഠിപ്പിച്ചത്. അനിൽ നമ്പ്യാർ സ്വപ്നയെ മൊഴി പഠിപ്പിച്ചു. സ്വപ്ന ഒളിവിൽ പോകുന്നതിന് മുമ്പ്. ഇപ്പോൾ സ്വപ്നയെ മൊഴി പഠിപ്പിക്കുന്നത് ആരാണ്? മിനിഞ്ഞാന്ന് സ്വപ്ന പറഞ്ഞു എനിക്ക് ഇൻസ്ട്രക്ഷൻ ഉണ്ട്. ഏത് ഇൻസ്ട്രക്ഷൻ? ആരുടെ ഇൻസ്ട്രക്ഷൻ? കൃഷ്ണരാജ് എന്ന് പറയുന്ന ഇപ്പോൾ B ഗോപാലകൃഷ്ണൻ സമ്മതിച്ച RSSകാരനായ കൃഷ്ണരാജ്, വിദ്വേഷ പ്രസംഗം നടത്തുന്ന കൃഷ്ണരാജ്, 2 ഡോക്ടർമാർ ഡാൻസ് ചെയ്യുമ്പോൾ ആ ഡാൻസിനകത്ത് മതം കാണുന്ന മതവെറിയനായ RSSകാരനായ കൃഷ്ണരാജ്, അയാളാണ് സ്വപ്നയ്ക്ക് വേണ്ടി ഇന്ന് ഹർജി കൊടുത്തിരിക്കുന്നത്. ആ RSSന്റെ ഗൂഢാലോചന. പിന്നെ HRDS CPM-ന് ബന്ധമുള്ളതാണെങ്കിൽ നിങ്ങൾ ഗോവ ഗവർണറെ പുറത്താക്ക്. എന്താ കാരണം? ആ ഗോവ ഗവർണറുടെ ഒരു പുസ്തകമുണ്ട്, ഡാർക്ക് ഡേയ്സ് ഓഫ് ഇന്ത്യൻ ഹിസ്റ്ററി, അടിയന്തരാവസ്ഥയെക്കുറിച്ചാണ്. ആ പുസ്തകം ആരാ പബ്ലിഷ് ചെയ്തത്? അത് പബ്ലിഷ് ചെയ്തത് പ്രധാനമന്ത്രി. എവിടെ വെച്ച്? പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ. ആരാ കൂടെയുള്ളത്? കുമ്മനം രാജശേഖരൻ. ആ കൂടെ നിൽക്കുന്ന വേണുഗോപാൽ ആരാന്നറിയാമോ? HRDSന്റെ വൈസ് ചെയർമാൻ. നിങ്ങൾ പുറത്താക്കുമോ HRDSന്റെ വൈസ് ചെയർമാനെ? B ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്ന ആ RSSന്റെ നേതാവ്, BJPയുടെ നേതാവ് പറയൂ, ഞാൻ തൊട്ടതിനും പിടിച്ചതിനും RSS എന്ന് പറയുമ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി RSS ആയത് നിങ്ങൾ അഭിമാനിക്കുന്നു. ഗോവ ഗവർണർ RSS ആയതിൽ നിങ്ങൾ അഭിമാനിക്കുന്നു. RSS എന്ന് പറയുന്നത് BJPയുടെ മാതൃസംഘടനയാണ്. RSSനെതിരെ പറഞ്ഞ നാട്ടിൽ കേസുണ്ടാവില്ല. കാരണം എന്താണ്? ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു നിയമപ്രകാരം രജിസ്റ്റർ ചെയ്യപ്പെട്ട സംഘടനയല്ല RSS കേസ് കൊടുത്താൽ രാഹുൽ ഗാന്ധി പേടിക്കും, ഞാൻ പേടിക്കുകയില്ല. അതിന് കാരണം എന്താണ്? RSS എന്ന് പറയുന്ന ഇന്ത്യ രാജ്യത്ത് രജിസ്റ്റേർഡ് സംഘടനയല്ല, ഇന്ത്യയുടെ നിയമം അനുസരിക്കുന്ന സംഘടനയല്ല. ഇന്ത്യ രാജ്യത്ത് നിയമപ്രകാരം പ്രവർത്തിക്കാത്തൊരു സംഘടനയ്ക്കെതിരെ അവർ നടത്തുന്ന കൊള്ളരുതായ്മകൾ തുറന്നു കാണിച്ചാൽ രാജ്യത്തെ ഒരു കോടതിയിലും ഒരു കേസ് നിറഞ്ഞിക്കത്തില്ല. അതുകൊണ്ട് RSS കാണിക്കുന്ന, ഇന്ത്യ രാജ്യത്തെ RSSന്റെ സംഘടനകൾ ഉണ്ടാക്കിയവർ കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നീചമായ കൃത്യമാണിത്. HRDS എന്ന് പറയുന്ന സംഘടന എന്തിനാണ് സ്വപ്നയെ റാഞ്ചിക്കൊണ്ടുപോയത്? സരിത്തിനെ റാഞ്ചിക്കൊണ്ടുപോയത്? ലക്ഷക്കണക്കിന് രൂപ ശമ്പളം കൊടുത്തവരെ ജോലിക്ക് വെച്ചിരിക്കുന്ന എന്തിനാ? അതിൻ്റെ ഉള്ളറകളെല്ലാം പുറത്തു വരുമ്പോൾ യഥാർത്ഥത്തിൽ RSSന്റെ വക്കീലും PC ജോർജുള്ള കൂടിച്ചേർന്ന് ഈ കൊള്ളരുതായ്മകൾ നടത്തുമ്പോൾ എന്തിനാ രാഹുലിന് നോക്കുന്നത്? എന്തിനാ കോൺഗ്രസിന് നോവുന്നത്? എന്തിനാ VD സതീശൻ നോക്കുന്നത്? അത് വരാന്തേ പോലും നിൽക്കാത്ത കേസാണ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന പ്രതിപക്ഷ നേതാവൻ ഈ പറയുന്ന ബിരിയാണിയുടെ ചെമ്പ് തലേ വെച്ച് കിടക്കുകയാണ്. ശരി, ബിരിയാണി ചെമ്പ് മാത്രമല്ല പലതും ഇനി പുറത്തു വരാനുണ്ട് എന്ന് പലരും പറയുന്നുണ്ട്. ഇത് എത്രമാത്രം ഡർട്ടി ലെവലിലേക്ക് പോകും എന്നതേ അറിയാനുള്ളൂ. ഞാൻ B ഗോപാലകൃഷ്ണനാണ്. അതല്ല ഞാൻ പറഞ്ഞു ഈ ഗൂഢാലോചനയിൽ ഞാൻ പറഞ്ഞു ബിരിയാണി ചെമ്പിന്റെ കാര്യമല്ല ഞാൻ പറഞ്ഞു. ഞാൻ ഈ ബിരിയാണി ചെമ്പിന്റെ കാര്യമല്ല പറയുന്നത്. അതല്ലാതെ ഈ ദിവസങ്ങളിൽ കേൾക്കുന്ന ആരോപണമില്ലേ, ഈ ദിവസങ്ങൾ കേൾക്കുന്ന ആരോപണത്തിൽ പലരുടെ പക്കലും പലതുമുണ്ട് എന്ന് പറയുന്നുണ്ട്. വന്നു കഴിഞ്ഞാൽ അതൊക്കെ മഹാവൃത്തികളിലേക്ക് പോവുകയും ചെയ്യും. നമ്മൾ പോട്ടെ. B ഗോപാലകൃഷ്ണനിലേക്കാണ് ഞാൻ വളരെ പെട്ടെന്ന് ഇടവേളയ്ക്ക് ശേഷം. സുരേഷ് സഹോദരന് തുല്യൻ എന്ന് ഇന്ന് പറഞ്ഞ എന്താണ് അദ്ദേഹത്തിന്റെ പേര്, ഇബ്രാഹിം എന്നൊരാൾ ഈ പറഞ്ഞ ഷാജ് കിരണിന്റെ അടുത്ത സുഹൃത്താണ്. ഇവർ തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളാണ്. ഷാജി പറയുന്നത് ഇബ്രാഹിം സ്വപ്നയെ ഷാജിന് പരിചയപ്പെടുത്തി കൊടുത്തു എന്നുള്ളതാണ്. അതിന് സത്യം കൊള്ളുമെന്ന് തോന്നിയിട്ട്. പക്ഷേ നമ്മുടെ വൈകിട്ട് ഷാജി ഇവിടെ വരുമ്പോൾ ഇബ്രാഹിം കൂടെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറയുന്ന ഒരു വെല്ലുവിളി, ഭീഷണി ഒന്ന് കേൾക്കണം. ശബ്ദരേഖ പുറത്തു വന്നാൽ ഞാൻ ഇപ്പോഴും എൻ്റെ സഹോദരിയാണ് അവർ, ഇപ്പോഴും എൻ്റെ സഹോദരിയാണ്. അവരെൻ്റെ മുമ്പിൽ കുഴഞ്ഞു വീണപ്പം ഞങ്ങളാണ് എന്ത് ചെയ്തത്? എടുത്തുകൊണ്ട് പോയില്ല. അവർ ഫിക്സ് വന്ന് വീണു. അപ്പം ആ ഒരു ലെവൽ വരെ അവരെ ഞാൻ കണ്ടതാണ്. അപ്പോൾ ഇപ്പോഴും അവരെൻ്റെ സഹോദരിയാണ്. ഇനിയും എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷേങ്കിൽ ഇവനെതിരെ അവരൊരു ഇത് കൊടുത്താൽ നാളെ ഞാൻ ഒരു വീഡിയോ വിടും. എൻ്റെ കയ്യിലുണ്ട് വീഡിയോ. എന്താണത്? അത് ഞാൻ ഇപ്പോൾ പറയില്ല. ഷീസ് മൈ സിസ്റ്റർ. ബ്ലാക്ക് മെയിലിംഗ് ആണ്. നോ, ബ്ലാക്ക് മെയിലിംഗ് അല്ല. ഇവനെതിരെ പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു, ഇന്നലെ എന്ത് സംഭവിച്ചു എന്നുള്ള വീഡിയോ എൻ്റെ കയ്യിൽ. B ഗോപാലകൃഷ്ണൻ ഇത് അങ്ങേയറ്റം വഷളാവാൻ പോകുന്ന കളിയാണ്.
അങ്ങേയറ്റം ഡേർട്ടിയാകാൻ പോകുന്ന കളിയാണ് ശ്രീ ബി ഗോപാലകൃഷ്ണൻ. അതെ, ഡേർട്ടി ആണല്ലോ എന്ന് ഇവിടുത്തെ മുഖ്യമന്ത്രി ചെയ്യുന്നതും ആ മുഖ്യമന്ത്രിയുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന കുടുംബം ചെയ്യുന്നതും അവരെ എല്ലാവരെയും ന്യായീകരിക്കാൻ അല്ലല്ലല്ല, ഇതൊരു ചർച്ചയല്ല ഹാഷ്മി, ഇതൊരു ചർച്ചയല്ല. ചർച്ചയുടെ അവസാനം നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം പറയുമ്പോൾ ഇത്തരം മര്യാദകളല്ല പറയുന്നത്. സനൽകുമാർ സമയമുണ്ട്, ഞാൻ തരാം. ഞാൻ അങ്ങനെ എത്തും. ഇതാണ് അല്ലല്ല, എനിക്ക് സമയമില്ല, ഞാൻ മീഡിയ വണ്ടി പോകണം. അതുകൊണ്ടല്ല ഇതിങ്ങനെ മര്യാദകട. നേരത്തെ ഒരു മര്യാദകേട് പറഞ്ഞിട്ട് ഈ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. ചെറ്റത്തരമാണ്, ചെറ്റകളായിട്ടുള്ള ആ ഓഡിയോ ഡൗൺ ചെയ്യൂ. ചെറ്റത്തരം എന്ന വാക്കൊന്നും പറയണ്ട സി ബി ഗോപാലകൃഷ്ണൻ. താങ്കൾ ഒരു മുതിർന്ന രാഷ്ട്രീയ പ്രവർത്തകനല്ലേ? ഓഡിയോ വെക്കൂ പ്ലീസ്. ഓഡിയോ വെക്കൂ. അപ്പൊ നിങ്ങൾ പറഞ്ഞല്ലോ തെമ്മാടി എന്ന വിളി പോലാണോ ചെറ്റ എന്നുള്ള വിളി? അതിന്റെ വാക്കിന്റെ അർത്ഥം താങ്കൾക്ക് അറിയാമോ? എന്താണ് ചെറ്റത്തരം? ആ വാക്കിന്റെ അർത്ഥം അറിയാമോ? ചെറ്റത്തരം. ആ വാക്കിന്റെ അർത്ഥം അറിയാമോ? ഞാൻ ചെറ്റെന്നല്ല, ചെറ്റത്തരം എന്നാ പറഞ്ഞത്. ആ വാക്കിന്റെ അർത്ഥം പറഞ്ഞാൽ അങ്ങോട്ടും പറയും. ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പക്വതയെങ്കിലും താങ്കൾ കാണിക്കേണ്ട സി ബി ഗോപാലകൃഷ്ണൻ. ഈ രാഹുൽ മാങ്കൂട്ടം എന്നുള്ള ചെറുപ്പക്കാരന്റെ പക്വതയെങ്കിലും താങ്കൾ കാണിക്കണ്ടേ? ഈ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരന്റെ പക്വതയെങ്കിലും താങ്കൾ കാണിക്കേണ്ട സി ബി ഗോപാലകൃഷ്ണൻ. നിങ്ങളെ ചെറുപ്പക്കാരനൊക്കെ മാറ്റിവെക്കുക. നിങ്ങൾ ചെറുപ്പക്കാരന്റെ പക്വതയെങ്കിലും താങ്കൾ കാണിക്കണ്ടേ? താങ്കൾ ആദ്യം പറഞ്ഞ ഏറ്റവും റിഗ്രസീവായ ഒരു കമന്റ് താങ്കൾക്കറിയാം. താങ്കൾ എത്ര നിഷേധിച്ചാലും താങ്കൾക്കറിയാം. അത് ഈ ചർച്ചയിൽ കൂടി കേരളം കേൾക്കാൻ അതിന് ദുര്യോഗം ഉണ്ടായത് എനിക്കാണ്. പിന്നെയും താങ്കൾ ആവർത്തിക്കരുത്. എന്നെ തെമ്മാടി എന്ന് വിളിച്ചപ്പോ നിങ്ങൾ മിണ്ടാതിരുന്നോ? തെമ്മാടി ഒന്നും വിളിച്ചിട്ടൊന്നും വിളിച്ചപ്പോ നിങ്ങൾ മിണ്ടിയില്ലല്ലോ. ഞാൻ തെമ്മാടി അപ്പൊ നിങ്ങൾ മിണ്ടിയോ? ഈ ചാനൽ ചർച്ചയില് ഞാൻ പറയാത്ത കാര്യം പറഞ്ഞിട്ട് എന്നെ ചെമ്മാടി എന്ന് വിളിച്ചപ്പോ നിങ്ങൾ മിണ്ടിയോ? ഇതുപോലെയുള്ള ആളുകളെ എന്തിനാണ് നിങ്ങൾ ചർച്ചയ്ക്ക് എന്റെ സമയം കളയാൻ വേണ്ടിയാണല്ലോ നിങ്ങൾ കാണിക്കുന്നത്, അല്ലേ? രാഷ്ട്രീയ മറുപടി പറയാമോ? ഒരൊറ്റ കാര്യം ചോദിക്കുള്ളൂ. കുട്ടികളോട് താങ്കളുടെ പ്രായമായ അച്ഛനോട് അമ്മയോട് ഉപയോഗിക്കാൻ കഴിയുന്ന വാക്കാണോ? കുട്ടികളും അച്ഛനും അമ്മയും അതുപോലെ സഹോദരന്മാരും സഹോദരന്മാരും കാണുന്ന ചർച്ചയല്ലേ ഈ ചർച്ചയിൽ താങ്കളുടെ വീട്ടിലുള്ള ആളുകളോട് തെമ്മാടി ഒരാളും ഈ വാക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത്. താങ്കളുടെ വീട്ടിലുള്ള ആളെ അച്ഛനെ തെമ്മാടി പ്രേക്ഷകർ കാണുന്ന ചർച്ചയാണിത്. എനിക്ക് ഇതുപോലെ അധമ സംസ്കാരം പേറുന്ന ഉയർന്ന സവർണ ബോധവും ജാതി ചിന്തയും പേറി നടക്കുന്ന മസ്തിഷ്കത്തിനകത്ത് വരെ സവർണ ചിന്താഗതികൾ കൊണ്ട് മാത്രം നടക്കുന്ന ആളുകളെ ഇത്തരത്തിൽ കേരളം പോലെ ഉയർന്ന സാംസ്കാരിക സാമൂഹ്യ ബോധമുള്ള ഒരു മണ്ഡലത്തിൽ നിന്നുകൊണ്ട് ചർച്ചയ്ക്ക് വിളിക്കാതിരിക്കാനുള്ള മര്യാദ നിങ്ങൾ ബി ഗോപാലകൃഷ്ണൻ അത് വിടാമോ? ആ എപ്പിസോഡ് വിടാമോ? രാഷ്ട്രീയ മറുപടിയിലേക്ക് വരാമോ? അല്ല, ആ എപ്പിസോഡ് വിടാമോ? രാഷ്ട്രീയ മറുപടിയിലേക്ക് വരാമോ? ഞാൻ രാഷ്ട്രീയ മറുപടിയാണ് പറഞ്ഞത്. ശരി, ഞാൻ രാഷ്ട്രീയമായി പറയാം. RSSുമായിട്ട് ബന്ധമില്ലാത്തൊരു വിഷയം, കട്ട വിഷയം, മോഷണ വിഷയം, കള്ളത്തരം ചെയ്തത് ഒരു മുഖ്യമന്ത്രിയാണ് എന്ന് പരസ്യമായിട്ട് ഒരു സ്ത്രീ വിളിച്ചു പറയുക. ആ സ്ത്രീയുടെ വായടപ്പിക്കാൻ വേണ്ടി നടത്തുക. ശരി ആ സ്ത്രീയുടെ നാവ് അടയ്ക്കാൻ വേണ്ടി ബലാത്കാരമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത വിഷയത്തിൽ ആ സ്ത്രീയെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക, ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുക, അയാളുടെ കൂടെ നിൽക്കുന്ന ആളുകളെ തട്ടിക്കൊണ്ടു പോകുക, വിജിലൻസ് ആണെന്ന് പറയുക, എന്നിട്ട് ഒരു ബന്ധവുമില്ലാത്ത ചോദ്യം ചോദിച്ചുകൊണ്ടിരിക്കുക, ഫോൺ കയ്യിലെടുത്തുകൊണ്ടിരിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഇതൊരു മര്യാദയാണോ? താങ്കൾ നേരത്തെ പറഞ്ഞു നമ്മുടെ മുഖ്യമന്ത്രിയെ വേണം നമ്മൾ ആദ്യം വിശ്വസിക്കാമെന്ന്. താങ്കൾ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു, വേറെ ആരും വിശ്വസിക്കണ്ട. പക്ഷെ ഇതേ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് എന്താ? സ്വപ്നയെ എനിക്കറിയില്ല. താങ്കൾ വിശ്വസിച്ചു, ഞാനും വിശ്വസിച്ചു. അത് കഴിഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? ഞാൻ സ്വപ്നയെ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ? ഇപ്പൊ സ്വപ്നയുമായിട്ടാണ് സകല ഇടപാടും. അപ്പൊ ഈ ഏത് മുഖ്യമന്ത്രിയെ, ഏത് ആളെ നമ്മൾ വിശ്വസിക്കും? മുഖ്യമന്ത്രിയെ വിശ്വസിക്കണോ, സ്വപ്നയെ വിശ്വസിക്കണോ? മുഖ്യമന്ത്രിയെ വിശ്വസിക്കണം. അതിലൊന്നും ഒരു തർക്കവുമില്ല. അതിലൊരു തർക്കവുമില്ല. മുഖ്യമന്ത്രിയെ ആദ്യം പറഞ്ഞ എന്താ? ഞാൻ സപ്പനയെ കണ്ടിട്ടില്ല, ഞാൻ സപ്പനയെ അറിയില്ല. ഞാൻ സപ്പനയെ കണ്ടിട്ടില്ല, ഞാൻ സപ്പനയെ അറിയില്ല. മുഖ്യമന്ത്രിയുടെ വാക്ക് നമ്മൾ വിശ്വസിച്ചില്ല എന്ന്. മുഖ്യമന്ത്രിയുടെ വാക്ക് മാറിയില്ലേ?
ശരൽകുമാർ, അതെ, മുഖ്യമന്ത്രിയുടെ ഇവിടെ- വാക്ക് ആദ്യം വിശ്വസിച്ചു. ഇവിടെ നമുക്ക് 2 കൊല്ലം പറഞ്ഞത് അമിത്ഷാ എന്ന് പറയുന്ന ഈ ഇന്ത്യ രാജ്യം കണ്ട ഏറ്റവും ശക്തനായ BJPയുടെ പ്രസിഡന്റായിരുന്ന കേന്ദ്രമന്ത്രി ഒരു മിനിറ്റ് ഇത്ര വലിയ കിഴങ്ങനാണോ എന്നുള്ള ചോദ്യമാണ്. അങ്ങനെ വ്യക്തിപരമാവല്ലേ, അങ്ങനെ വ്യക്തിപരമാവല്ലേ, അല്ല അങ്ങനെ വ്യക്തിപരമാവല്ലേ. ഇപ്പൊ തെമ്മാടി കിഴങ്ങൻ എത്ര വാക്കുകളാണ്. പോട്ടെ വിട്ടേക്കോ. രാഷ്ട്രീയമായി ഉത്തരം പറ. ശരി, ഇതൊന്നും കണ്ടുപിടിക്കാൻ അല്ലല്ല, കഴിയില്ലേ? നിങ്ങൾ രാഷ്ട്രീയമായി ഉത്തരം പറ. ഈ ബി ഗോപാലകൃഷ്ണൻ പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കാൻ കഴിവില്ലാത്ത പൊട്ടനാണോ ഇവിടുത്തെ ആഭ്യന്തരകാര്യമന്ത്രി? ഇല്ല, നമ്മുടെ ആഭ്യന്തരമന്ത്രിയെ കുറിച്ച് അങ്ങനെ പറയല്ലേ. ശരി ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ, വരും ദിവസങ്ങളിലും സമാനമായ രോഷവുമായി സമാന സമരവുമായി മുന്നോട്ട് പോകാനാണോ സ്വപ്നയുടെ വാക്കുപിടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ തീരുമാനം? അല്ല, താങ്കൾ ഈ ചർച്ചയിൽ ഉണ്ടായ ഒരുപാട് ഈ ഡെലിഗേറ്റുകൾ തമ്മിലുണ്ടാകുന്ന വാക്പോരുകൾ അതെല്ലാം അങ്ങേയറ്റം അപലപനീയമാണ്. അതവിടെ നിൽക്കട്ടെ. ഈ ചർച്ചയ്ക്ക് താങ്കളുടെ ഒരു നിഷ്പക്ഷതാ സ്വഭാവത്തിന് താങ്കൾക്ക് വ്യക്തിപരമായി പ്രയാസം തോന്നരുത്. നിഷ്പക്ഷതാ സ്വഭാവത്തെ ഹനിക്കുവാൻ ഇടയാകുന്ന ഒരു സാഹചര്യം ഞാൻ പറയാം. ഇപ്പോൾ ഇന്ന് 2 പേരുടെ ആരോപണങ്ങളും പ്രത്യാരോപണങ്ങളും ഉണ്ടായി. സ്വപ്ന പറയുന്ന സ്റ്റേറ്റ്മെന്റുകളുണ്ട്, ഷാക്കിരൻ പറയുന്ന ഷാക്കിരൻ, അദ്ദേഹത്തിന്റെ പേര് തെറ്റാണെങ്കിൽ ക്ഷമിക്കണം, അയാൾ പറയുന്ന സ്റ്റേറ്റ്മെന്റുകളുണ്ട്. ഇതിനകത്ത് ഒരു കൂട്ടർ പറയുന്നത് മാത്രം ഇങ്ങനെ താങ്കൾ കണ്ടിന്യൂസ് ആയിട്ട് പ്ലേ ചെയ്തുകൊണ്ടിരിക്കുക. അത് എന്റെ ഇന്റർവ്യൂ ആയതുകൊണ്ടാണ്. പറയുന്ന വിഷ്വൽസ് എല്ലാം രാവിലെ കാണിച്ചു. പക്ഷേ അത് ഞാൻ എടുത്ത ഇന്റർവ്യൂ ആയതുകൊണ്ടാണ് രാഹുൽ. അതിൽ എന്റെ നിഷ്പക്ഷത ചോദ്യം ചെയ്യണം. നമുക്ക് ലൈവിലിരിക്കാം എന്ന് ഷാജ് കിരൺ പറഞ്ഞിരുന്നു. ഒറ്റ മിനിറ്റ് രാഹുൽ, അത് ക്ലാറ്റ് വരുത്തിപ്പോ. ഈ ചർച്ചയിൽ ലൈവിലിരിക്കാമെന്ന് ഷാജ് പറഞ്ഞിരുന്നു. ചില സാങ്കേതിക കാരണങ്ങൾ ഷാജിന് ഇത് കഴിഞ്ഞില്ല. ഞാൻ ഇന്റർവ്യൂ നേരത്തെ എടുത്തു. അത് എനിക്ക് ലൈവിൽ ഷാജിനെ ഇരുത്താൻ കഴിയാത്തതിന് ഞാൻ ആ ബൈറ്റ് പ്ലേ ചെയ്തോന്നുള്ളൂ. അല്ലാതെ എന്റെ നിഷ്പക്ഷതയിൽ ചോദ്യം ചെയ്യേണ്ട. ഇനി സ്വപ്നയുടെ ബൈറ്റ് കേൾക്കണമെന്നാണ് രാഹുലിന് ആഗ്രഹമെങ്കിൽ അത് പ്ലേ ചെയ്യാം. വേണോ? അല്ല, സ്വപ്നയുടെ ബൈറ്റും എനിക്ക് കേൾക്കണം, തീർച്ചയായിട്ടും കേൾക്കണം. താങ്കൾ അങ്ങനെ പറയണ്ട. ഈ സ്വപ്നയുടെ ബൈറ്റ് കേട്ട് അതിനകത്ത് പുളകം കൊണ്ട് ഇതാണ് ഞങ്ങളുടെ ഡിഫൻസ് എന്നും പറഞ്ഞ് ഉയർത്തിപ്പിടിച്ചിരുന്ന CPM-കാർ എനിക്ക് നല്ല ബോധ്യമുണ്ട്. ഇതേ സ്വപ്നയുടെ വാക്കുകൾക്ക് വലിയ ആധികാരികതയോട് കൂടിയിട്ട് തത്സമയം സംപ്രേഷണം ചെയ്ത ചാനലുകളുടെ ആ കാലഘട്ടത്തിലെ ആഘോഷത്തെ പറ്റി നല്ല ബോധ്യമുള്ള ഒരാളാണ്. അതുകൊണ്ട് ഈ 1 വർഷത്തിന് ശേഷം സർക്കാരിനെതിരായിട്ട് അവർ സംസാരിച്ചു തുടങ്ങുമ്പോൾ തൊട്ട് സ്വപ്ന കേൾക്കുവാൻ പാടില്ലാത്ത ഒരാളാണെന്നുള്ള ഒരു നയവും പാടില്ല. പിന്നെ CPM-കാർ സരിത എന്ന് പറയുന്ന നിരവധി തവണ മൊഴി മാറ്റിയതിന്റെ പേരിൽ കോടതി പോലും നടപടിയെടുത്ത ഒരാൾ, സ്വപ്നയ്ക്കെതിരെ അങ്ങനെ നടപടി ഉണ്ടായിട്ടില്ല. അങ്ങനെ ക്രെഡിബിലിറ്റി ലോസ് ഉള്ള ഒരാളുടെ പേര് പറഞ്ഞുകൊണ്ട് പോലും നിങ്ങൾ മാധ്യമങ്ങളും CPM-ഉം എല്ലാം നടത്തിയിട്ടുള്ള സമര കോലാഹലങ്ങളും ചർച്ച പരമ്പരകളും ഒക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് ഓർമ്മയുണ്ട്. അതുപോലെ ഞങ്ങൾ എടുക്കുന്നില്ല. ഇന്നത്തെ വിഷയത്തിൽ ഇന്നത്തെ ദിവസം സ്വപ്ന സമയത്ത് ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ അടുപ്പിച്ച് 2 മാസത്തോളം നമ്മൾ ഒരൊറ്റ വിഷയം എടുക്കാൻ നമ്മൾ സ്വർണ്ണക്കടത്ത് ചർച്ച ചെയ്തതാണ് രാഹുൽ. അന്ന് രാഹുൽ ഉണ്ട് ഇല്ലേ? അടുപ്പിച്ച് 2 മാസത്തോളം ഒരൊറ്റ ദിവസം ഒരു വിഷയം പോലും മാറ്റാതെ. അന്നൊക്കെ സ്വപ്നയുടെ അല്ല ഹാഷ്മി, അതില്ലെന്ന് ഞാൻ പറഞ്ഞല്ലോ. അന്നൊക്കെ സ്വപ്നയുടെ വാചകമായിരുന്നു CPM-ന്റെ ഡിഫൻസ്. അങ്ങനെ CPM ഡിഫൻസിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആള് എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് ക്രെഡിബിലിറ്റി ഇല്ലാത്ത, നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്രെഡിബിലിറ്റി ലോസ് ഉള്ള ഒരു വ്യക്തിയായി മാറുന്നതെന്നുള്ളതാണ് എൻ്റെ ന്യായമായ ചോദ്യം. പിന്നെ RSSനെതിരെ പറയാൻ രാഹുൽ ഗാന്ധിക്ക് പേടിയാണെന്നൊക്കെ ശ്രീ അനിൽകുമാറിനെ പോലെ ഒരാൾ പറഞ്ഞാൽ അദ്ദേഹം വാർത്തയൊന്നും വായിക്കാറില്ലേ? ഗാന്ധി വാസ് കിൽഡ് ബൈ RSS കിൽഡ് ഗാന്ധി എന്നീ രാജ്യത്ത് ആർജവത്തോടെ എഴുന്നേറ്റ് നിന്ന് പറയാൻ കഴിയുന്ന ഒരു നേതാവിന്റെ പേര് രാഹുൽ ഗാന്ധി എന്നാ. സീതാറാം യെച്ചൂരിക്കൊന്നും അതിൽ കുറച്ചുള്ള ആർജവമേ വരത്തുള്ളൂ. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന്റെ ആ ആരോപണത്തെ ഞാൻ തള്ളിക്കളയുന്നു. ഇപ്പോൾ പോലും സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇപ്പോൾ താങ്കൾ പ്ലേ ചെയ്ത ആ വീഡിയോയിൽ സർക്കാരിന്റെ ഭാഗമായിട്ട് സർക്കാരിന് വേണ്ടി സംസാരിക്കാൻ വരുന്ന ആളുകൾ, അത് ഷാജ് കിരൺ ആയാലും അദ്ദേഹത്തിന്റെ സുഹൃത്തായാലും ഭീഷണിപ്പെടുത്തുകയാണ്, നിശബ്ദയാക്കാൻ ശ്രമിക്കുകയാണ്. ഇന്ന് വേറൊരു കഥാപാത്രത്തിന്റെ പേര് വന്നല്ലോ, ചർച്ചയിലേക്ക് വന്നില്ല. ഇന്ന് ഈ സർക്കാരിന്റെ നാവായി, സർക്കാരിന്റെ വാക്കായി പ്രവർത്തിക്കുന്ന നികേഷ് കുമാർ, സ്വപ്ന പറയുന്ന വാചകമാ. അപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന നികേഷ് കുമാർ ഏതാ? നികേഷ് കുമാർ CPM-ന്റെ സ്ഥാനാർത്ഥി അഴീക്കോട് നിന്ന് മത്സരിച്ച നികേഷ് കുമാറാണ്. അദ്ദേഹത്തെ പറ്റിയിട്ടാണോ റെഫർ ചെയ്യപ്പെട്ടത്? അതെ, അദ്ദേഹത്തെ പറ്റി തന്നെയാണ്. അപ്പൊ അതിന് ഷാജി പറയുന്ന മറുപടി 56 തവണ വിളിച്ചു. അദ്ദേഹത്തെ പറ്റി തന്നെയാണ്. അതിന് ഷാജി പറയുന്ന മറുപടി എന്താണ് ഈ പറഞ്ഞ കാര്യങ്ങൾ പറയണമെന്ന് പറഞ്ഞപ്പോൾ നികേഷിനോട് സംസാരിക്കാൻ അറേഞ്ച്മെന്റ് ചെയ്ത് കൊടുക്കാം എന്ന് ഷാജി പറയുന്നു. ഷാജിന്റെ കാര്യത്തിൽ വാക്കുകളും എനിക്ക് വിശ്വാസമില്ല, സ്വപ്ന പറയുന്നതും എനിക്ക് വിശ്വാസമില്ല. അതുകൊണ്ട് നമ്മൾ കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതേ ഉള്ളൂ രാഹുൽ. അല്ല, ഞാൻ പറയുന്നത്, അതായത് ഞാൻ പറഞ്ഞത് ഇനി നികേഷ് കുമാർ ആണോ? നികേഷ് കുമാർ അത് വിശ്വാസമാണ്. എന്റെ മുഖ്യമന്ത്രി ആയതുകൊണ്ട് എനിക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ വിശ്വാസമാണ്. എന്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്. എന്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞ എനിക്ക് വിശ്വാസമാണ്.
ശ്രീ ബി ഗോപാലകൃഷ്ണൻ. നിങ്ങൾ പറയുന്നത് ശരിയാ, മുഖ്യമന്ത്രി പറയുന്നത് വിശ്വസിക്കണം. പക്ഷെ മുഖ്യമന്ത്രി ആദ്യം പറഞ്ഞത് എന്താ? സ്വപ്നം എനിക്ക് അറിയില്ല. പിന്നീട് എന്താ പറഞ്ഞത്? സ്വപ്നയുമായിട്ട് ബന്ധമുണ്ടെന്ന്. അപ്പോൾ ഏത് വിശ്വസിക്കും? ശരി എന്റെ സമയം പൂർണ്ണമായി കഴിഞ്ഞു. എന്തായാലും ഈ പറയുന്ന ഇന്നലെ വൈകിട്ട് വരെ സ്വപ്നയ്ക്കൊപ്പം ഉണ്ടായിരുന്ന ഇബ്രാഹിം എന്നൊരാൾ പറയുന്നു, ഷാജി പറയുന്നത് നാളെ ശബ്ദരേഖ പുറത്തു വന്നാൽ ഏതൊക്കെ വീഡിയോ പുറത്തു വരുമെന്നാണ് പറയുന്നത്. ഇത് മഹാവൃത്തികേടിലേക്ക് പോവുകയാണ് ഈ ചർച്ച എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അത് ഏതളവിൽ ഏത് എക്സ്റ്റെന്റിൽ അത് പോകും എന്ന് മാത്രമേ അറിയാനുള്ളൂ. കാത്തിരുന്ന് തന്നെ കാണാം, അതിലെ നിർവാഹമുള്ളൂ. എൻകൗണ്ടറിൽ പങ്കെടുത്ത 3 പേർക്കും നന്ദി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.